നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ മണ്ഡലത്തിലാണ്. 2019 ടി സിദ്ദീഖ് MP സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വയനാട് ചുരം കയറിയത്. 2019 രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് അറിയിച്ചതോടുകൂടി അദ്ദേഹത്തിന് വേണ്ടി പിന്മാറുകയായിരുന്നു. 2021 വീണ്ടും ടി സിദ്ദീഖ് MLA ആകാൻ വേണ്ടി മത്സരത്തിനൊരുങ്ങിയത്. വലിയ രീതിയിലേക്കുള്ള ഭൂരിപക്ഷത്തിലാണ് ടി സിദ്ദീഖ് ജയിച്ചു കയറിയത്. ടി സിദ്ദീഖിനെ വീണ്ടും കൽപ്പറ്റ മണ്ഡലത്തിന് ആവശ്യമുണ്ടോ? ഇനി കൽപ്പറ്റ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ അഭിപ്രായത്തിൽ പങ്കെടുക്കുന്നത് 250 പേരാണ്. ഇനി അവരുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് നല്ല പ്രവർത്തനമാണ്, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലായിടത്തും സജീവമായിട്ടുണ്ടായിട്ടുണ്ട്. നല്ല പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നല്ല പ്രവർത്തനം എന്ന് എടുത്തു പറയുന്നത്? എല്ലാ മേഖലയിലും അയാൾ ആണോ? എല്ലാ മേഖലയിലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ മേഖലയിൽ ചെയ്യുന്നോണ്ടാണല്ലോ പറയുന്നത്? വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ആയാലും അയാള് മുന്നിലുണ്ട്. എല്ലാ കാര്യത്തിലും എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും വിളിക്കാം. മോശമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തൊരു കാര്യം നേരിട്ടും പറയാം. ഇപ്പൊ ഈ വഴി പോവാണെങ്കിലും ഒന്ന് കൈയിട്ട വണ്ടി നിർത്തിയിട്ട് എന്താ വിഷയം നല്ലൊരു വ്യക്തി ആണോ? നല്ലൊരു വ്യക്തി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ നല്ലൊരു വ്യക്തി? നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ ഏത് മേഖലകളിലും കുഴപ്പമില്ല. ആണോ? നമുക്കൊരു പരാതി ഉണ്ട്. നേരെ ഓഫീസിൽ പോയാൽ എവിടെ ചാടി ഇരിക്കും, പോരാറി വന്നു കാണും. പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു. എനിക്കെന്നെ ഞാൻ കൽപ്പറ്റുന്ന ഒരു വിഷയം ഉണ്ടായിട്ട് കൈയിട്ട് നിർത്തിയപ്പോൾ നിർത്തി എന്താ വിഷയം സംസാരിച്ച് അത് ക്ലിയർ ആക്കി. കൈ കാട്ടി നിർത്തി കഴിഞ്ഞാൽ വളരെ വിഷയം അതിലൊക്കെ ഭയങ്കര ഡീസൻ്റാ. എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയണേ. സിദ്ദീഖ് അടിപൊളിയല്ലേ? അടിപൊളിയാണോ? എന്തുകൊണ്ട് അടിപൊളി എന്ന് പറയുന്നത്? അടിപൊളി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. ആണോ? ആര് വിളിച്ചാലും ആ നിമിഷം അവിടെ എത്തും. ആര് വിളിച്ചാലും ആ നിമിഷം അവിടെ എത്തുന്ന സാധാരണക്കാരന്റെ കൂട്ടുള്ള ആളല്ലേ. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് തന്നെ വരും. ആണ്. സെറ്റാണ്. സൂപ്പറാ. എന്തുകൊണ്ടാണ് ഈ സൂപ്പർ എന്ന് പറയുന്നത്? എല്ലാ കാര്യത്തിലും അത്യാവശ്യം ഇടപെടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉഷാറാണ്. സൂപ്പർ എന്ന് പറയുന്നതിന്റെ പോയിന്റ് എന്താണ്? ഒരാളെ കുറിച്ച് സൂപ്പർ, നിങ്ങളെ കുറിച്ച് ഞാൻ സൂപ്പർ എന്ന് പറയുമ്പോ ആ സൂപ്പർ ലെവലിലേക്ക് ഒരു മനുഷ്യന്റെ ഒരു ക്യാരക്ടർ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്താണ്? അല്ല, പുള്ളിയെ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ പുള്ളി എല്ലാ കാര്യത്തിലും എത്തിപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും എത്തിപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സൂപ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൂപ്പർ പറയുന്നത്. വളരെ കെയർഫുൾ. വളരെ കെയർഫുള്ളാ. അതുകൊണ്ടാണ് വളരെ കെയർഫുൾ എന്ന് പറയുന്നത്. നല്ല MLA ആണോ? നാട്ടുകാർക്കും ഈ നാടിന് നല്ല വികസനമായി ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആണോ? അങ്ങനെയാണോ? അതുകൊണ്ടാണ് നല്ല MLA എന്ന് പറയുന്നത്. നല്ല MLA. അടിപൊളിയാണോ? അതെന്തുകൊണ്ടാ മൊത്തത്തിൽ അടിപൊളിയാ? മൊത്തത്തിൽ അടിപൊളി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മൊത്തത്തിൽ അടിപൊളി എന്ന് പറയുന്നത്? എല്ലാ കാര്യങ്ങളും. ആണോ? ടി സിദ്ദീഖ് MLA വളരെ മോശം അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു വികസനം വരുന്നില്ല ഇവിടെ. മുരടിച്ചു പോവാണ് വയനാട്. ആണല്ലേ? അതുകൊണ്ട് ടി സിദ്ദീഖ് മോശമാണ്. ഇനി വരണ്ട. ഇവിടെ പുതിയ ആൾക്കാർ ശശിയേട്ടനൊക്കെ ഉള്ളപ്പോ കുറെ വികസനങ്ങൾ ഇവിടെ വന്നു. ശശിയേട്ടൻ, CK ശശീന്ദ്രൻ. അപ്പൊ ആ രീതിയിലുള്ള മികച്ച നിങ്ങൾ ഇടതുപക്ഷ അനുയായിയാണോ? ആണ്. അതുകൊണ്ടാണ് ടി സിദ്ദീഖ് വരണ്ടെന്ന് പറയുന്നത്. ആണല്ലേ? സിദ്ദീഖ് MLA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MLA പ്രത്യേകത എപ്പോ എവിടെ സംഭവിച്ചാലും ആ സ്പോട്ടിൽ ആളുണ്ടാവും. അതാണ് MLA പ്രത്യേകത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്ന പറഞ്ഞാൽ നമ്മളത് നേരിട്ട് അനുഭവിച്ച വ്യക്തികളാണ്. അപ്പോ അദ്ദേഹം ജയിക്കണമെന്നാണ് ഇനി വീണ്ടും? നല്ല ആളുകൾ ജയിക്കട്ടെ. പാർട്ടി അല്ലല്ലോ നമുക്ക് സമൂഹത്തിന് വേണ്ടത്, നല്ല ആളുകളാണ്. പാർട്ടി എന്നത് നമ്മുടെ വികാരമാണ്. അതെ. പക്ഷെ എന്നാലും സമൂഹത്തിന് നന്മ ചെയ്യുന്ന എല്ലാവരും ജയിച്ചു വരട്ടെ. നിങ്ങൾ ആ പാർട്ടിക്കാരനാണോ? അല്ല. എങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ പുള്ളിയെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നു. ആള് സൂപ്പറാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറയണ അങ്ങനെ. ആണോ? എന്താണ് അങ്ങനെ സൂപ്പർ എന്ന് പറയാൻ കാരണം? സൂപ്പർ നല്ലൊരു, എല്ലാവർക്കും ജനങ്ങൾക്ക് നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ. എല്ലാ കാര്യങ്ങൾ വന്ന് എല്ലാം അന്വേഷിക്കും. ആണോ? നിങ്ങളെ അന്വേഷിക്കലുണ്ടോ? ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് അറിയാൻ അയാളെ പറ്റിയിട്ടല്ല. ആണോ? ആളെങ്ങനെയാ? നല്ലതാണ്. ആണല്ലേ? ഇനി ജയിക്കണോ? വീണ്ടും ജയിക്കണം. അദ്ദേഹം കുഴപ്പമില്ലാത്തൊരു MLA ആണ്. ആണോ? കുഴപ്പമില്ലാത്ത MLA എന്തുകൊണ്ടാ പറയണേ? കുഴപ്പമില്ലാത്ത പറഞ്ഞ ഒരു ജനകീയ സ്വഭാവം കണ്ടിരിക്കുന്നത്. ആണോ? ഒരു ജനകീയ സ്വഭാവം അയാളിൽ ഞാൻ കണ്ടിരിക്കുന്നു. അല്ലാതെ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ അതിന്റെ പൾസ് അറിഞ്ഞൊരു വ്യക്തിയായ. എന്തുകൊണ്ടാ? എങ്ങനെ അറിഞ്ഞേ? പിന്നെ ഒറ്റ കാര്യം മതി, ചൂരൽമല ഞാനുണ്ടായിരുന്നു അവിടെ. ആണോ? അദ്ദേഹം ചൂരൽമലയിൽ പോയിട്ടില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നു. തലയ്ക്ക് തോലാ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു അല്ലാതെ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയം ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചത് 100,000 രാഷ്ട്രീയം മാറി എന്നവനാണ് ഇപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. നാളെ വേറെ എന്തെങ്കിലും പോകും. അങ്ങനെ പറയാം, ഒരിക്കലും പറയരുത്. ചൂരൽമലയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടോ? അയാളും കൂടെ വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ സ്ഥിതി എന്തായിരുന്നു? അദ്ദേഹം ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ ചെയ്യുമായിരുന്നു. ഒരു കുട പോലും ഇല്ലാതെ ഒരു കോട്ട് വിട്ടിട്ട് രാവിലെ എത്ര മണിക്ക് സുബഹി ബാങ്ക് കൊടുത്ത സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ പോയി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഒരു വീട്ടിൽ പോയിട്ട് സുബഹിക്ക് നിസ്കരിക്കാൻ പോകുന്ന, എന്നിട്ട് അവിടെ ഓടി നോക്കുന്ന ഒരാളാണ്. അയാളുടെ രാഷ്ട്രീയം നിന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആരുടെ ഒരു രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വലിയ രാഷ്ട്രീയക്കാരനൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാ, ആ ഒരു വ്യക്തിത്വം
അത് ആരായാലും MLA ഞാൻ കാണുന്നില്ല, ഒരു വേറെ ആയിട്ടും കാണുന്നില്ല, വക്കീലായിട്ടും കാണുന്നില്ല. ഇറ്റ് ഈസ് അറബിൽ പറഞ്ഞ ഇൻസാൻ, അവനൊരു മനുഷ്യനാണ്. അതോടെ കാണിച്ചു. நல்லா தான் இருக்கு. நீங்க தமிழா? நீங்க நான் தமிழப்பா. ஆமா, இந்த ஊர் கிடையாதா? இந்த ஊர் தான். இங்க வந்து 50 கொல்லாம். ஆமாவா? இங்க ஓட்டு இருக்கா உங்களுக்கு? பின்ன என்ன ஓட்டு இல்லாமா? டி சித்திக்கு MLA இல்ல, உங்களோட MLA எப்படி இருக்கு? MLA நல்ல MLA தான். ஆமாவா? என்ன அப்படி சொல்லிட்டு இருக்குது? சித்திக்கு MLA தானே? ஆமா. நல்லா என்ன அப்படி சொல்லிட்டு இருக்குது? நல்லா தான், நல்லா. நல்லாளா? என்ன அவர் அன்போட இருக்குதா? நல்லா அம்போட இருக்கு. மறுபடியும் வாபஸ் அவர் வரணும். பின்ன வர வேண்டே? ஆமாவா? வரணும். எதுக்கு வரணும்? மக்களுக்கு செய்யறதுக்கா வேண்டி. ஆமாவா? ஆமாதான். சரி. ആരും മൂപ്പരെ പറ്റി കുറ്റം പറയാനൊന്നുമില്ല. ആന ചവിട്ടി കൊന്നിട്ടും ഇതൊക്കെ 5 ലക്ഷമൊക്കെ മൂപ്പര് കൊടുത്തും പിടിച്ചൊക്കെ ഉണ്ട്. പിന്നെ തന്നെ മൂപ്പര് നല്ലൊരു മനുഷ്യനൊക്കെ ആണ്. അപ്പൊ ഇനി വീണ്ടും മൂപ്പര് വേണമെന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്താ തന്നെ ഇതേമാതിരി എല്ലാം ക്ലിയർ ആവണം. ആന ചവിട്ടിയും പിടിച്ചു കൊടുത്തൊക്കെ ഉണ്ടല്ലോ. ആന ചവിട്ടി കൊടുത്ത് 5 ലക്ഷം കൊടുത്താ? കൊടുത്തു. പിന്നെ അതുമാതിരി വേണമെന്നാ പറയണേ. അതേമാതിരി അങ്ങനെ എല്ലാം നല്ല നമ്മളൊക്കെ ചവിട്ടി കൊല്ലട്ടെ. ടി സിദ്ദീഖ് MLA വളരെ നല്ലൊരു MLA ആണ്. ആണോ? വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പറ്റുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ അദ്ദേഹത്തിനുണ്ട്. വളരെ നല്ല MLA ആണ്. ഇനിയും വരണം. എല്ലാവർക്കും ഓടി എത്തുന്നുണ്ട്. ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. നമ്മൾ വിളിച്ചാൽ ഒരു റെസ്പോൺസ് ഉള്ള ഒരു MLA ആണ്. വിളിച്ച റെസ്പോൺസ് ഉള്ള MLA എന്ന് പറയുമ്പോൾ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് റെസ്പോൺസ്? അല്ല, നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഞാൻ അവിടെ WML ഒരു സീറ്റിന്റെ കാര്യത്തിനൊക്കെ ഞാൻ പുള്ളിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതൊക്കെ നമുക്ക് ചെയ്തു തന്നു. അപ്പൊ ഇനി വീണ്ടും വരണമെന്നാണോ? തീർച്ചയായും നല്ലൊരു MLA ആണ്. തീർച്ചയായും വരണം എന്നാണ്. അതെ. എന്തുകൊണ്ടാ മിയ പറഞ്ഞു? മിയ അത്രയും ഉഷാറാണ്. മുമ്പേ വർക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണു. അന്ന് MLA-മാരിൽ ഏറ്റവും ടോപ്പാണ് സിദ്ദീഖ്. അത്രയും ബ്രില്യന്റ് ആണോ? ഓക്കെ. അയാളെന്നെ തിരിച്ചു വരുള്ളൂ. ഇവിടെ വീണ്ടും മത്സരിക്കണോ? ഇവിടെ മത്സരിച്ചാൽ സിദ്ദീഖ് ഓക്കെ ആണോ? മിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുബായിലായിരുന്നു? സൗദിയിലായിരുന്നു. ആണോ? മിയാണ് ആള്. മിയ ആണ്. നല്ല പ്രവർത്തനമാണ് എന്നുള്ള നിലയിൽ നല്ല പ്രവർത്തനമാണ്. ഇനിയും വരണ മൂപ്പര്? ഇനിയും വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനേക്കാളും നല്ലൊരാളെ നമ്മളിവിടെ കാണുന്നില്ല. ഇപ്പൊ നമ്മള് നോക്കുമ്പോ നല്ല ആളെ കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ പാർട്ടി അല്ല ഇപ്പൊ ഇവിടെ അതിന് മുമ്പേ കുറെ MLA-മാരൊക്കെ നിന്നിട്ടുണ്ടല്ലോ. നമുക്കിപ്പോ 58 വയസ്സായി. നമ്മൾ കുറെ MLA-മാരെ വീരേന്ദ്രകുമാർ, കമലം മുതൽ അങ്ങോട്ട് നമ്മൾ കാണുന്നുണ്ട് കുറെ ആൾക്കാരെ. അപ്പോ ഇപ്പൊ പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുന്നത് ഒരു വാക്ക് പാലിക്കണം എന്നുള്ളത് സിദ്ദീഖിനാണ്. വീണ്ടും ടി സിദ്ദീഖ് ആയിക്കോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കുറെ പ്രവർത്തനങ്ങൾ ബാക്കി ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒക്കെ കുറച്ചൊരു തുടർച്ച ഉണ്ടായാല് ഏത് പാർട്ടി വന്നാലും ടി സിദ്ദീഖ് തന്നെ ഇവിടുത്തെ MLA ആയിട്ട് വരണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് വേറെ കാര്യം ചോദിക്കുകയാണ്. അതായത് ഇവിടെ ടി സിദ്ദീഖ് വന്ന് വികസനങ്ങളൊക്കെ ശരിക്കും ടൂറിസ്റ്റ് മേഖലയെ കുറിച്ച് വന്നിട്ടുണ്ടെന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. നിങ്ങൾക്ക് അതിന് കച്ചവടം കൂടിയിട്ടുണ്ടോ? നമ്മൾ കച്ചവടം കൂടിയിട്ടുണ്ട്. ഒരു സംശയം ചോദിച്ചാണ്. അല്ല ഇവിടെ കച്ചവടം കാരണം ഇപ്പോ ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് 4000 കോടിയായിരുന്നു ഈ വയനാട് നിന്ന് ടൂറിസം മേഖലയിലേക്കുള്ള വരുമാനം. അതിപ്പോ നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാം, ചാനലുകാർക്ക് തന്നെ അറിയാം ഇപ്പൊ എത്രയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം ഇപ്പൊ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഇതിൽ പോകുന്നുണ്ട്. നിങ്ങൾ ഈ വയനാടിനെ ശരിക്കും കരകയറ്റുന്ന രീതിയിലേക്ക് പോയോ പ്രവർത്തനമൊക്കെ? അത്യാവശ്യം നല്ല ലെവലിൽ സാമ്പത്തികമാവുന്ന കണ്ടീഷനിലെല്ലാം സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സാധാരണക്കാർക്ക് ഇവിടെ റിസോർട്ടും കാര്യങ്ങളും വന്നുകൊണ്ട് ജോലി കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. സിദ്ദീഖ് MLA ആള് ഉഷാറല്ലേ? ആണോ? പിന്നെ ആള് പുലിമുരുകന വരും. ആണോ? പിന്നെന്താ പുലിമുരുകനാ? പുലിമുരുകന ആള് ഉഷാറാ. ആണോ? പിന്നെന്താ പുലിമുരുകൻ എന്ന് പറയണേ? ഓന് പുലിയല്ലേ? ആണോ? ഇനി വീണ്ടും വരണോ മൂപ്പര്? പിന്നെന്താ ഉറപ്പില്ലേ? ആണോ? പിന്നെന്താ എത്രയ്ക്ക് വേണം വെച്ചിട്ടുണ്ട്. അതിന്റെ വീട് എഴുതരാം. വീട് എഴുതി തരും? പിന്നെന്താ ഫ്രീ ആയിട്ട്. വീട് ആർക്ക് എഴുതി കൊടുക്കും? അതായത് തോറ്റിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കും. ആർക്ക് കൊടുക്കും? ആർക്ക്? വെക്കുന്നവർക്ക്. അപ്പൊ വെല്ലുവിളിക്കാട്ടോ ഈ മണ്ഡലത്തിലെ ആളുകൾ വെല്ലുവിളിക്കാം. സിദ്ദീഖ് ഇനി വീണ്ടും തോൽക്കുകയാണെങ്കിൽ വീട് എഴുതി കൊടുക്കും. തോൽക്കേ സിദ്ദീഖ് ജയിച്ച് തോൽക്കുകയാണെങ്കിൽ വീട് എഴുതി കൊടുക്കും. അവനും എഴുതി കൊടുക്കും. ആ കുട്ടി കൊടുക്കും. ആണോ? സിദ്ദീഖ് കുഴപ്പമൊന്നുമില്ല, ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് കുറെയൊക്കെ. ആണോ? ഉണ്ടെന്നും അതിന്റെ അഭിപ്രായത്തിലാണ്. ഇനി വീണ്ടും മൂപ്പര് വരണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ വരാൻ ആഗ്രഹമുണ്ടോ? വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയാണല്ലോ. അടിപൊളിയാണോ? എനിക്കറിയാം, നിങ്ങളാണ് പറയേണ്ടത്. അടിപൊളിയാണ്. കാരണം എല്ലാ വികസന പ്രവർത്തനവും നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഇനി നിൽക്കണോ?
നിൽക്കണം, തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നിൽക്കണം. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എല്ലാ മേഖലയിലും എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാല് ചെറുപ്പക്കാരെ ചെക്കൻ പിന്നെ ആകെ 5 വർഷമല്ലേ ആയിട്ടുള്ളൂ. ജനപ്രതി ആകുമ്പോൾ കുറച്ചും പ്രായം ആകുമ്പോഴാണ് ഫുള്ള് കാര്യങ്ങൾ അറിയാൻ കഴിയും. അയാൾ ഇനി വീണ്ടും വരണോ? അതിന്റെ ആവശ്യമില്ല. ഇല്ല. ഞാന് ടി സിദ്ദീഖ് MLA നിങ്ങൾ നല്ലത് എന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്? എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും തരുന്നുണ്ട്. പോരെ? എനിക്ക് പോരാന്നല്ല, നിങ്ങൾ മണ്ഡലക്കാരാണ് സംസാരിക്കേണ്ടത്. ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു MLA നെ കുറിച്ച് മണ്ഡലക്കാരാണ് സംസാരിക്കേണ്ടത്. എങ്ങനെയുണ്ട് അദ്ദേഹം എന്നുള്ളത് സാധനം നോക്കിയാൽ നിങ്ങൾ പറയാം, കണ്ടിന്യൂ ചെയ്യാം. നല്ലത് തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. അത്ര എനിക്ക് പറയാൻ അറിയാവൂ. ഇനി അദ്ദേഹം വീണ്ടും വരണോ? വീണ്ടും വരണം. അത് നല്ല കാര്യം തന്നെയാണ്. പ്രതീക്ഷ ഉണ്ടോ അദ്ദേഹത്തിന്? പ്രതീക്ഷയുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വീണ്ടും വരണം എന്നാ പറയുന്നത്. വീണ്ടും വരണം. അടിപൊളിയാണ്. അടിപൊളിയോ? എന്തുകൊണ്ട് അടിപൊളി എന്ന് പറയുന്നത്? അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ പ്രസംഗവും കാര്യവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എനിക്ക് എല്ലാ കാര്യം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരനെ. നമ്മുടെ MLA ആണ് സിദ്ദിഖ്. ആളെങ്ങനെ ഉപകാരിയാണോ? ഉപകാരിയാണ്. ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് ചെയ്തൊന്നുമില്ലെങ്കിലും പൊതുവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. വീണ്ടും അദ്ദേഹം വരണം? വരണം, 100% ആണ്. എന്തുകൊണ്ടാണ് ഉഷാറാണെന്ന് പറയുന്നത്? അങ്ങനെ എല്ലായിടത്തും എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആണോ? എന്തുകൊണ്ടാണ് ഉഷാർ എത്തിപ്പെടാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഞാൻ ഇവിടെ WML ടീച്ചറാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായപ്പോഴും നമ്മൾ സ്കൂളിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ എല്ലാവരും മുന്നിലും കുട്ടികളോട് ഭയങ്കര ഇന്റിമസി ആയിട്ട് മിങ്കിൾ ചെയ്തിട്ട് കുട്ടികളായിട്ട് അടുത്ത് അപ്പൊ നമുക്കൊരു ആ കുട്ടികളായിട്ട് എല്ലാത്തിലും ഇടപെട്ടപ്പോ ഇഷ്ടം തോന്നി. ഇനി വീണ്ടും മൂപ്പര് വരണോ? വന്നാൽ നന്നായിരിക്കും. ആണ്. അടിപൊളി. എന്തുകൊണ്ട് അടിപൊളി എന്ന് പറയുന്നത്? അടിപൊളി. സ്ത്രീകൾ ശരിക്കും വലിയ ആരാധിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ. അത്രയും നല്ല ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. നല്ലൊരു പ്രവർത്തനാണ്. എന്തുകൊണ്ടാണ് നല്ല പ്രവർത്തനം എന്ന് പറയുന്നത്? കാരണം സമൂഹത്തില് അതായത് കൂടുതൽ നമ്മുടെ ഇന്റിമസി കൂടുതലാണ്. അപ്പൊ അദ്ദേഹം വരണം എന്നാ പറയുന്നത്. വീണ്ടും വരണം. നിങ്ങൾ ടീച്ചറാണോ? ആണെന്ന് പറയുന്നു. ആണല്ലേ? എങ്ങനെയുണ്ട് കുട്ടികളായിട്ടൊക്കെ നിങ്ങളെ പരിപാടിക്കൊക്കെ ഭയങ്കര സംഭവം പറയുന്നു? എന്ത്? നമ്മുടെ നല്ല സംഭവമായിട്ട് വളരുന്ന സ്കൂളാണ്. നമ്മുടെ മാനേജർ സിദ്ദിഖ് സാറായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് സ്കൂളിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒരു പ്രാവശ്യം അവിടെ വിസിറ്റ് ഉണ്ടായിരുന്നു ഒരു പ്രോഗ്രാം. അങ്ങനെ വീണ്ടും വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അടിപൊളിയാ. എന്തുകൊണ്ട് ഈ സ്ത്രീകളോട് ചോദിക്കുമ്പോ അടിപൊളി എന്ന് പറയുന്നതുകൊണ്ടാ? ഞാൻ ഒന്നാമത് ചൂരൽമല ആ ഭാഗത്തുള്ള ആളാണ്. അപ്പൊ അതിന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആണോ? ചെയ്യുന്നുണ്ട്. അടിപൊളി എന്ന് പറയുന്നതുകൊണ്ടാ? അതന്നെ, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അടിപൊളി. ഇനി വീണ്ടും മൂപ്പര് തിരിച്ചു വരണോ MLA ആയിട്ട്? നമുക്ക് ഉപകാരമുള്ളവര് വരട്ടെ. അദ്ദേഹം ഉപകാരമുള്ള ആളാണോ? തീർച്ചയായും. ഞാനിപ്പോ എനിക്കായിട്ട് കിട്ടണം എന്നുള്ളതല്ലല്ലോ, എല്ലാവർക്കും നോക്കുന്നുണ്ട് എന്നല്ലേ. അല്ലാണ്ട് എനിക്ക് ഇന്നത് കിട്ടിയത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, പൊതുവെയുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അടിപൊളി. അടിപൊളി എന്ന് പറയുന്നത് അങ്ങനെയല്ല, പുള്ളി കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആയി നടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പൊ നടന്ന കാര്യം നമുക്കറിയില്ല, ഇന്നുവരെയുള്ളത് പുള്ളി ക്ലിയർ ആണെന്നാണ് നമ്മളെ വിശ്വാസം. ആണ്. അത് നിങ്ങളെ മണ്ഡലത്തിലുള്ള ആളാണല്ലോ. അപ്പൊ നിങ്ങളെ മണ്ഡലത്തിലുള്ള ആളാകുമ്പോൾ നിങ്ങൾ ആ വിശ്വാസം എന്തുകൊണ്ടാണ് പ്രകടിപ്പിക്കുന്നത്? കാര്യം പിന്നെ നിലവിൽ ഇന്ന് വരെ പുള്ളിയായിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. എനിക്കൊരു അഭിപ്രായം ഇല്ല കേട്ടോ. എന്തുകൊണ്ട് അഭിപ്രായം? ഒരു MLA ആയിട്ട് ഈ നാടിന് വേണ്ടി എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തത് പറയാൻ വേണ്ട, നമുക്ക് ഒന്നും പറയാനില്ല. ഞങ്ങളൊന്നും കണ്ടിട്ട് പോലുമില്ല. ഇപ്പൊ ഇതവിടെ എന്താ പറയാ, ചൂരൽമലയിൽ ആ ഇത് കഴിഞ്ഞല്ലോ, എന്താ അവര് ചെയ്തത്? ഒന്നും ചെയ്തു. എന്തുകൊണ്ടാ കാണാത്തത്? കാണാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങോട്ട് പോയായിരുന്നോ? ക്ഷമിച്ചായിരുന്നോ? നമ്മൾ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരു ജനപ്രതിനിധി നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ അവര് നമ്മുടെ ഇടയിലേക്കല്ലേ വേണ്ടത്. നിങ്ങൾ അടുത്തേക്ക് വരാൻ വേണ്ടി വാശി പിടിക്കുന്നത് മോശമല്ലേ? നമുക്ക് ഒരു വാശിയില്ല. നിങ്ങൾ പോയി കണ്ടായിരുന്നോ അദ്ദേഹത്തെ? നമുക്ക് കാണാൻ ശ്രമിച്ചായിരുന്നോ? കാണേണ്ട ആവശ്യമില്ല എന്ന് പറയും. പിന്നെ എന്തുകൊണ്ടാ പറയട്ടെ, നമ്മൾ അങ്ങോട്ടും കൂടെ പറയാൻ സമ്മതിക്കണം. നമുക്ക് ടിവിയിലും ന്യൂസും കാര്യങ്ങളും കാണുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് നടന്നത് ചൂരൽമല ദുരന്തം. അതിനിവര് ചെയ്തത് എന്താണ്? കഴിഞ്ഞിട്ട് അവിടേക്ക് വെറുതെ വിസിറ്റിംഗ് ചെയ്തിട്ട് ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഇനി വീണ്ടും വരണമെന്ന് എന്റെ ചോദ്യം. എനിക്ക് ആഗ്രഹമില്ല. ആരാണ്? ഇടതുപക്ഷം വന്നായിരിക്കും? 100% ആയിരിക്കും. അപ്പൊ നിങ്ങളൊരു ഇടതുപക്ഷം അനുയായിയാണ്? അതല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ചിന്താഗതി ഇല്ലാത്ത ആളാണ്. പക്ഷെ എന്റെ വീട്ടില് ചിന്താഗതി ഉണ്ട്. ഇടതുപക്ഷമാണ്. കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? അങ്ങനെയല്ല, ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എന്നാലും പെട്ടെന്ന് വേണ്ട. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം. എങ്ങനെയുണ്ട് ടി സിദ്ദീഖ് MLA? ആൾ ഓക്കെയാണ്. എന്തുകൊണ്ട് ആൾ ഓക്കെയാന്ന് പറയുന്നത്? പ്രവർത്തനം ഓക്കെയാണ്. നല്ല പ്രവർത്തനം എന്തുകൊണ്ടാ പറയുന്നത്? ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും MLA ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പെണ്ണി പറയാൻ പെട്ടെന്ന് കിട്ടുന്നില്ല. ആൾ ഇനി വീണ്ടും വരണോ? തീർച്ചയായും.
ഞാൻ അറിയില്ല ആപ്റ്റായ വയനാട്ടിലെ ആപ്റ്റായ ആളാണ്. എന്തുകൊണ്ട് ആപ്റ്റായ ആളാന്ന് നമുക്ക് പറയുന്നത്? നമുക്ക് മുണ്ടക്കൈ ചുരമല ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ആ സമയം തുടങ്ങിയിട്ട് അവരോടൊപ്പം ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ കുട്ടികളെ അല്ലെങ്കിൽ അവിടെ പഠന ആവശ്യം, അതാണ് നമ്മളെ ഏറ്റവും വലിയ യുവജനങ്ങളുടെയും പഠനം, അതിന് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന അദ്ദേഹമാണ്. ഇന്ന് പഠനം ഏറ്റെടുത്തിട്ടുണ്ടോ? ഒത്തിരി സ്പോൺസർമാരെ കണ്ടെത്തി ഒത്തിരി ആളുകളെ പല മേഖലകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. അദ്ദേഹം ഇനിയും ജയിക്കണോ? തീർച്ചയായിട്ടും ജയിക്കണം. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ വരണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം, ആഗ്രഹം. ഞാൻ ഒരു ഇടതുപക്ഷക്കാരനാണ്. പക്ഷെ സിദ്ദീഖ് MLA വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ MLA നിന്നതിൽ ഏറ്റവും നല്ല MLA ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ആണോ? ഇടതുപക്ഷം എന്ന് പറയുമ്പോഴും അങ്ങനെ ഇടതുപക്ഷം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയത്തില്ല. പക്ഷെ ഇടതുപക്ഷ സർക്കാർ കയറുമോ? അങ്ങനെ വേണം. അതായത് പിണറായി കയറണം, MLA ആവണം സിദ്ദീഖ്. സിദ്ദീഖ് MLA ആണോ, സിദ്ദീഖ് ഇനി മന്ത്രി ആണെന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് നല്ല സേവനം ചെയ്യുന്നതാണ്. അങ്ങനത്തെ കൂട്ടത്തിലാണ്. അങ്ങനത്തെ ഇനി വീണ്ടും ജയിക്കണോ? 100. നിങ്ങൾ ഇടതുപക്ഷക്കാരനായിട്ട് സിദ്ദീഖ് 100 പറയുമ്പോ? സിദ്ദീഖ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. കാരണം സിദ്ദീഖ് ഒരുപാട് ആ പ്രളയം ഉണ്ടായ സമയത്തും മൊത്തത്തില് MLA ഇവിടെ വയനാട്ടിൽ നമ്മളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും MLA വന്നിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഒരു സേവനം ചെയ്തൊരു MLA ആണ്. അയാൾ ജയിക്കണം. അയാൾ ജയിക്കും, വേറെ വർത്താനൊന്നുമില്ല. അയാൾ എവിടെ വന്നാലും ജയിക്കും. ഞാൻ നിർത്തി. നല്ല MLA. എന്തുകൊണ്ടാണ് നല്ല MLA എന്ന് പറയുന്നത്? 10 മാർക്ക് സുഖമായിട്ട് കൊടുക്കാം. 10 മാർക്ക് സുഖമായിട്ട് കൊടുക്കാം. എത്ര മാർക്ക്? 10ൽ 10 കൊടുക്കാം. ആണോ? എന്തുകൊണ്ടാ 10ൽ 10 കൊടുക്കുന്നത്? എന്താ വെച്ചാല് എല്ലാ ഭാഗങ്ങളിലും മൂപ്പിൽ എത്തിപ്പെടും, എല്ലാ പരിപാടിക്കും വരും, നല്ല സ്വഭാവമാണ്, എല്ലാ കാര്യങ്ങളും. ഇനി വീണ്ടും വരണോ? ഇനി വീണ്ടും വരണം. സിദ്ദീഖ് അധികം നല്ല MLA ആണ്. കാരണം ഈ പ്രളയം ഉണ്ടായപ്പോ പിന്നെ മുണ്ടക്കയില് പ്രശ്നം ഉണ്ടായപ്പോ അന്ന് രാത്രി മുതൽ ഇതുവരെ മൂപ്പരാളെല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല മൂപ്പരാള് സാധാരണക്കാര് മരണപ്പെട്ടാലോ ആ വീട്ടിൽ കയറിയെത്താനും കൂടുതൽ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരാണ് മൂപ്പരാള് ഫോക്കസ് ചെയ്യാൻ. ആണോ? അപ്പൊ ഇനി വീണ്ടും വരണോ? താല്പര്യമുണ്ട്. ആണ്. MLA ഇല്ലേ? എനിക്ക് അറിയപ്പെടുന്നിടത്തോളം നല്ലൊരു പ്രവർത്തനമാണ്. ഈ നാടിനെ കുറിച്ച് മാക്സിമം സമയത്ത് ഇവിടെ എത്തിപ്പെടും, എപ്പോഴും എത്തിപ്പെടും, എല്ലാ കാര്യത്തും വന്ന് ചേരുന്ന ഒരാളാണ്. ഒരു പാർട്ടിയിലുള്ള ആളല്ല, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. ആൾ ഉഷാറാണ്. ഇനി അടുത്ത പ്രാവശ്യം വേണം. അതുപോലെയുള്ള ആൾക്കാർ കേരളം ഒട്ടാകെ വേണം. അതുപോലെയുള്ള ആള് കേരളം ഒട്ടുക്കും വേണം. നല്ലൊരു പ്രവർത്തനം, നല്ല സമീപനമാണ്. അപ്പൊ ജയിക്കണം. അടുത്ത പ്രാവശ്യം നിൽക്കണോ? അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള എല്ലാ മേഖലയിലും നിൽക്കണം. ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു ഉരുൾപൊട്ടൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, ആ സമയത്തൊക്കെ നല്ലതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷവും പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വരണം. ഇതുപോലുള്ള ആൾക്കാർ വരണം. അത് നാടിന്റെ നന്മയ്ക്ക് അത്യാവശ്യമാണ്. നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. എന്തുകൊണ്ടാവും നല്ല അഭിപ്രായം? മൂപ്പര് എല്ലാ പ്രവർത്തനത്തിലും ഏർപ്പെട്ടുള്ള ആളാണ്. എല്ലാ ദുരന്ത ബാധിതർക്കെല്ലാം നല്ല ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. ആളെ പറ്റി നിങ്ങളുടെ ഏരിയ ആണ്, തൊട്ടടുത്താണ് ഈ നമ്മളെ ഏരിയ ആണ്. വെള്ളാർമല ഹൈസ്കൂളിന്റെ ഭാഗമാണ് ഞാനും മൂപ്പര റിസോർട്ട് കാര്യങ്ങളെല്ലാം പോയി. വിജയേട്ടനാണ് പേര്, വിജയൻ എന്നാണ് പേര്. ഞങ്ങളെ തറവാട്ടിൽ 10 ആള് പോയി. എങ്ങനെയുണ്ട് സിദ്ദീഖ് MLA പ്രവർത്തനം? നല്ല പ്രവർത്തനമാണ്, ഒരു മോശം പറയാൻ പറ്റില്ല. അടിപൊളിയാണ്. കുറെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുഴപ്പമില്ല അടിപൊളിയാന്ന് പറയുന്നത്? അത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ മൂപ്പരെ കൊണ്ട് പറ്റുന്ന പോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത തവണ മൂപ്പര് വീണ്ടും വേണോ? ഉണ്ടായാൽ മൂപ്പരെ കഴിവ് കുറച്ചും കൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നുന്നു. MLA നല്ല അഭിപ്രായം തന്നെ. ആണോ? എന്തുകൊണ്ടാണ് നല്ല അഭിപ്രായം പറയുന്നത്? നല്ല അഭിപ്രായമല്ല, ഏത് ആൾക്കാർ ഏത് രാത്രി ആയാലും പകലായാലും പോയിട്ട് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ അപ്പൊ തന്നെ പോയിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ആണ്. അങ്ങനെയുണ്ട്. ആള് MLA ആയിരിക്കാൻ അത്ര യോഗ്യനാന്നാ പറയുന്നത്. അതെ. ആണ്. ഇനി വീണ്ടും അദ്ദേഹം വരണോ? വരണം. ഈ സിദ്ദീഖ് MLA ഒരു ആവറേജ് കുഴപ്പമില്ല ആണല്ലേ? ഇനിയും അദ്ദേഹം വരണോ എന്നാ എന്റെ ചോദ്യം. അദ്ദേഹം വരുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാ വരുന്നത് നല്ലതാന്ന് പറയുന്നത്? അദ്ദേഹം പൊതുവെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങളിവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ എന്ത് പരിപാടികളുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടവർ ഇവിടെ എത്താറുണ്ട്. ആണ്. അതുകൊണ്ടാണ് ഇനിയും വരണം എന്ന് പറയുന്നത്. അതെ. കുഴപ്പമില്ല എന്ന് പറയുമ്പോ എന്തുകൊണ്ടാ? ആണോ? ഇനിയും വരണോ അദ്ദേഹം? കുഴപ്പമില്ല. സിദ്ദീഖ് MLA ആളല്ല ഞാൻ. അല്ല. എങ്കിലും പിന്നെ ഞാൻ വരണ്ടെന്നല്ലേ പറയുള്ളൂ. അല്ല, ആയിക്കോട്ടെ, അത് ഓക്കെ. ഇനി വീണ്ടും വരാൻ സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ എന്താണ് വീണ്ടും വരണം എന്നുള്ള ആഗ്രഹം നിൽക്കുന്നുണ്ടോ? MLA ആളല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വീണ്ടും വരാൻ ആഗ്രഹമുണ്ടോ? കാര്യം അദ്ദേഹത്തിന്റെ വികസനമൊക്കെ നോക്കി കാണുമ്പോ സാധ്യത ഉണ്ട്. ഇനി വീണ്ടും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വികസനം ചെയ്യുന്നുള്ള ആഗ്രഹം ഉണ്ടോ?
ഉണ്ട്. അപ്പൊ ടി സിദ്ദീഖ് വരണം എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ, പക്ഷെ അദ്ദേഹത്തിന്റെ ആളല്ല. അങ്ങനല്ല, സിദ്ദീഖ് കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ്. ആണ്. അത് നമ്മൾ സമ്മതിക്കും. പക്ഷെ അയാളുടെ ആളല്ല നിങ്ങൾ. അല്ല. ഇടതുപക്ഷമാണ്. അതെ. പക്ഷെ എങ്കിലും ടി സിദ്ദീഖ് വരണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. താല്പര്യമുണ്ട്. മത്സരിക്കണം. എന്തുകൊണ്ട്? അതിന്റെ കാരണം അയാള് ഈ സിദ്ദീഖ് എന്താ MLA കഴിഞ്ഞ പ്രാവശ്യം MLA കാട്ടും എല്ലാ മുക്കിലും മൂലകളിൽ വയനാട് ജില്ലയിൽ എത്താൻ സ്ഥലമില്ല. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഈ ഇവിടെ ഇടിഞ്ഞ് ആ വെള്ളപ്പൊക്കുന്ന സമയത്തൊക്കെ അയാളൊരു കോട്ടിട്ടിട്ട് രാവിലെ പോയി വൈകുന്നേരം വരെ അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് അയാൾ എല്ലാവരും നിയന്ത്രിച്ച് കാര്യം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇനി വീണ്ടും വരണം അയാൾ ആഗ്രഹിക്കുന്നു. നല്ല ആളാ. നല്ല ആളാണോ? എന്തുകൊണ്ടാണ് നല്ല ആളെന്ന് പറയുന്നത്? എല്ലാം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട്. ആണല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല ആളാണ്, ഇനി വീണ്ടും വരണോ? വരുന്ന കുഴപ്പമൊന്നുമില്ല, നമുക്ക് നാട്ടുകാർക്ക് നല്ല ഉപകാരം ചെയ്യുന്ന ആള് വരുന്നത് നല്ലതല്ലേ. ആണോ? നല്ലതാണെന്ന് നിങ്ങളാണ് പറയുന്നത്, ഞാനല്ല. നല്ലതാണോ? ഓ, നല്ലത് തന്നെ. ആണ്. തീർച്ചയായിട്ടും വരണം. എന്തുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ആണോ? എല്ലാ റോഡ് കാര്യങ്ങൾ, പിന്നെ ഏതൊരു സ്ഥലത്തും ഒരു മരണ വീടായാലും ഇത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇവിടെ എല്ലാ സമയത്തായാലും ഉണ്ടാവും. എല്ലാ വീടുകളിലും ഉണ്ടാവും. എന്തൊരു ആവശ്യങ്ങളും ഈ ഭാഗത്തിന് സിദ്ദീഖ് MLA ഉണ്ടാവും. വിളിക്കാതെ വരൂ? വിളിക്കാതെ, അറിഞ്ഞാൽ അല്ലെങ്കിൽ അറിയിച്ചാൽ വരും, അല്ലെങ്കിൽ അറിഞ്ഞാൽ ആരറിയിച്ചാലും വരും. ഇദ്ദേഹം തന്നെ ഇനി വീണ്ടും വരണം. തെരഞ്ഞെടുക്കും ചെയ്യും. നല്ല MLA ആണ്. നല്ല MLA ആണ്. അതെന്തുകൊണ്ടാ നല്ല MLA എന്ന് പറയാൻ കാരണം? നല്ലതെന്ന് പറയുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വെള്ളത്തിനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം പിന്നെ അവിടെയുള്ള ചായ എസ്റ്റേറ്റില് അപ്പൊ ഒരു കുഴിയില് പിന്നെ റിങ് ഇറക്കാനുള്ള സംവിധാനം ചെയ്തു തന്നു. ആണോ? അപ്പൊ വെള്ളം കിട്ടി? നിങ്ങൾ നല്ലതെന്ന്. ഇനി അദ്ദേഹം വരണോ? അദ്ദേഹം വരണം. സൂപ്പർ നല്ലൊരു മനുഷ്യൻ. സൂപ്പർ ചെറുപ്പക്കാരനാണ്. നമ്മളെല്ലാ പരിപാടിക്കും മൂപ്പരിക്കും, എന്ത് പരിപാടിക്കും. അതാണ് എന്താ വെച്ചാൽ നല്ല ഒരു ഒരു ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ നല്ലൊരു എല്ലാ വികസനത്തിന് വേണ്ടി മൂപ്പര് എപ്പോഴും എന്തിനും മുന്നോട്ട്. നിങ്ങൾ ആ ഒരു വികാരത്തോടെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതെന്ന് വെച്ചാൽ ഞങ്ങൾ വികസനങ്ങൾ ഓരോന്നും എല്ലാ സ്ഥലത്തേക്കും മൂപ്പരെത്തും. അതാണ് എന്ത് പരിപാടിന്റെ അതിനൊക്കെ മൂപ്പരുണ്ട്. ഞങ്ങളിപ്പോ സുന്ദരി തന്നെ ഒരു ഹോസ്പിറ്റല്, അതിന് മൂപ്പര ഫണ്ട് MLA ഫണ്ട് ഉപയോഗിച്ചപ്പോൾ ഇന്നലെ മുതൽ പണി തുടങ്ങി. പിന്നെ മൂപ്പര സ്ട്രീറ്റ് ലൈറ്റ്, എല്ലാ സ്ഥലത്തും ലൈറ്റ്. പിന്നെ MLA ആണോ? സൂപ്പർ. ഈ വീണ്ടും വരണം? മൂപ്പരും വീണ്ടും വരും. നല്ല അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് നല്ല അഭിപ്രായം എന്ന് പറയുന്നത്? കുറെ പുരോഗമനം ഉണ്ട്. നിങ്ങൾക്ക് ഓട്ടം കൂടിയിട്ടുണ്ടോ? ഓട്ടം കൂടിയിട്ടില്ലെങ്കിലും സ്വരത്തിന്റെ കാര്യത്തിലൊക്കെ വളരെയധികം പുരോഗമനാണ്. ആണോ? അപ്പൊ അദ്ദേഹം ഇനി വീണ്ടും വരണം. MLA കുഴപ്പമില്ല, നല്ല വികസനവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് കുഴപ്പമില്ല പറയുന്നത്? കുഴപ്പമില്ല, നമ്മള് ഒന്ന് ലീഗാണ്, പിന്നെ കുഴപ്പമില്ല, മൊത്തം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആണോ? പക്ഷെ ഈ ടി സിദ്ദീഖ് MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഫുൾ ആക്റ്റീവാണ്. ഇപ്പൊ ഈ ചൂരന്മാർ ദുരന്തമുണ്ടായപ്പോൾ, ഈ പ്രളയം ഉണ്ടായപ്പോൾ പുള്ളി പനി പിടിച്ചിട്ട് വരെയും പുള്ളി ഫുൾ ടൈം ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് എല്ലാത്തിനും നിന്നൊരാളാണ്. അപ്പൊ ആള് തന്നെ കണ്ടറിഞ്ഞ ആളാണ്. നേരിട്ട് കണ്ട അനുഭവമുള്ളതാണ്. അപ്പൊ പുള്ളി തന്നെ നീ വീണ്ടും ഇവിടെ തന്നെ കൽപ്പറ്റ തന്നെ മത്സരിക്കും, ഇവിടെ തന്നെ ജയിക്കുകയും വേണം. ടി സിദ്ദീഖ് MLA എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ്. നമ്മൾ ഈ ദുരന്തം സംഭവിച്ച സമയത്ത് എല്ലാവർക്കും നല്ലൊരു ഉപകാരവും ചെയ്തതും അയാളെ കൊണ്ട് എത്താവുന്ന ഇടത്തൊക്കെ എല്ലാം മുമ്പിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളൊരു ഓട്ടോ ഡ്രൈവറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രവർത്തനം ഈ ചൂരൽമല ദുരന്തത്തില്? ഞാൻ ഒരു ടാക്സി ഡ്രൈവറാണ്, ഞാൻ ജീപ്പ് ഡ്രൈവറാണ്. പക്ഷേ ഈ ടി സിദ്ദീഖ് MLA എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും നല്ല അനുകൂലമായിട്ടുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഇനി വീണ്ടും വരണോ? പാർട്ടിയല്ല അവിടെ ബേസ് ചെയ്യുന്നത്. പാർട്ടിയല്ല, സിദ്ദീഖ് MLA നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് നമ്മളെ കൂടെ കഴിഞ്ഞത്. മൂപ്പര് വീണ്ടും തിരിച്ചു വരണം. നല്ലൊരു MLA ആണ്. നല്ല എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഓടി എന്ത് കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരു MLA ആണ് നമ്മളെ വയനാട്ടിൽ. ദുരന്തത്തിൽ വലിയ ഇതിലേക്ക് കഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം. അന്ന് രാത്രി അവിടെ നിന്ന് ഓടി വരേണ്ട താമസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് കുട്ടികളുടെ പഠിത്ത കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് നല്ലതുപോലെ മൂപ്പര് ഇപ്പോഴും ഓടി നടക്കുന്നുണ്ട്, അന്നും ഉണ്ടായിരുന്നു ഫുൾ ടൈം. അടിപൊളിയാണ്. അതുകൊണ്ട് അടിപൊളി എന്ന് പറയുന്നത് മൂപ്പര് ഇവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഓടിയെത്തുന്നുണ്ട്. മൊത്തത്തിൽ ആളെല്ലാം ആക്റ്റീവാണ്. അതുകൊണ്ട് അങ്ങനെ അതായത് നമുക്ക് ഈ താഴേക്കടക്ക് ഇറങ്ങി വരുന്ന ആൾക്കാരല്ല ആവശ്യം. സംഭവം മാർക്കറ്റിംഗ് എന്താണെങ്കിലും മൂപ്പര് മൊത്തത്തിൽ ആറ്റിറ്റ്യൂഡൊക്കെ അടിപൊളിയാണ്. വർക്ക് ചെയ്തില്ല മാർക്കറ്റിംഗ് എന്ന് പറയും, വർക്ക് ചെയ്താൽ മാർക്കറ്റിംഗ് എന്ന് പറയും, വർക്ക് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ല അലസന എന്ന് പറയും. അതല്ല, വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ നിങ്ങൾ പറയുന്നത്. താഴെ കടയുള്ള ആളുകളിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ്. അത് വർക്ക് ചെയ്യുന്നത് ആക്ടിങ് ആവണം എന്നില്ല, ഇറങ്ങി വരാനൊരു മനസ്സ് വേണം.
ആ ഇവിടെ എന്ത് പ്രശ്നമാണെങ്കിലും മൂപ്പര് ആദ്യം വരലൊക്കെ ഉണ്ട്. ആണല്ലേ? ഉറപ്പായിട്ട് വരും. ആള് ഇനി വീണ്ടും വരണോ? ആ വീണ്ടും വരണം. ആണ്. കുഴപ്പമില്ല, ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്ന എന്താ പഞ്ചായത്ത് മെമ്പറെ പോലെ അത്രയും താഴ്ത്ത് നിൽക്കുന്ന രീതിയിൽ അയാൾ അത്ര ജനങ്ങളായിട്ട് അടുപ്പുണ്ട്. അതെ, ഇപ്പൊ ഇവിടെ ഒരാൾക്ക് എന്തെങ്കിലും ചെറുത് പറ്റിയെന്ന് പറഞ്ഞാൽ എത്തുന്നുണ്ട്. ഞാൻ നമ്മളെ പാർട്ടിക്കാരനായിട്ട് പറയല്ല, നമ്മളൊരു MLA എന്താണെന്ന് അറിഞ്ഞത് ഏത് നിമിഷവും ഒരു ഒരാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ വരെ എത്തും. ഇനി വീണ്ടും വരണോ? 100%. നല്ല മനുഷ്യനാ. എന്തുകൊണ്ടാ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? കാരുണ്യ പ്രവൃത്തിയിലൊക്കെ നല്ല സജീവമായിട്ട് ഉണ്ടാവും എപ്പോഴും. എന്തുകൊണ്ടാ കാരുണ്യ പ്രവൃത്തി? എവിടെയാ കാരുണ്യം ചെയ്ത്? അതാ ഉരുൾപൊട്ടൽ സമയത്തൊക്കെ സജീവമായിട്ട് രാവും പകലും അവരെ കൂട്ടത്തിലുണ്ടായിരുന്നു, എല്ലാവരുടെ കൂട്ടത്തിലും. അതുകൊണ്ട് തന്നെ ആണല്ലേ? അവിടെ ഉരുൾപൊട്ടൽ സമയത്ത് അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സജീവമായിട്ടുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയാ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും പുള്ളി? എല്ലാവരും അവിടെ ഫുൾ മേൽനോട്ടം കഴിക്കുകയും എല്ലാ പ്രവൃത്തിയിലും കൂടിയിട്ടുണ്ട്. അടിപൊളിയാണോ? എന്തുകൊണ്ടാ അടിപൊളി എന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ആണോ? ഇഷ്ടം എന്തുകൊണ്ടാ വരാൻ കാരണം? നല്ല പ്രവർത്തനം. ആണല്ലേ? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. എന്തുകൊണ്ടാ നല്ല അഭിപ്രായം പറയുന്നത്? ഞങ്ങൾക്കതൊരു ഇഷ്ടമാണോ? ആളെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാവാം, അല്ലെങ്കിൽ ക്യാരക്ടർ ആവാം, എന്താണ് ഇഷ്ടപ്പെടാനാവും? ക്യാരക്ടറും പ്രവർത്തനം. ആണല്ലേ? നല്ലൊരു മനുഷ്യരല്ലേ? ആണോ? എനിക്കറിയില്ല, നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ മണ്ടത്താരാണ്, നിങ്ങളാണ് പറയുന്നത്. നല്ല മനുഷ്യനാണോ? എന്തുകൊണ്ടാ നല്ല മനുഷ്യൻ എന്ന് പറയാൻ കാരണം? അയാളെ സ്വഭാവം കൊണ്ട്. ആണോ? നല്ല സ്വഭാവമാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങള് അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. എങ്കിലും മറ്റുള്ള ആളുകൾ ചെയ്തു കൊടുക്കുന്നുള്ള ധാരണ ഉണ്ടോ? ഉണ്ട്. സിദ്ദീഖ് മത്സരിച്ചിട്ട് കാര്യമില്ല. വേറെ ആരാ മത്സരിക്കണ്ടേ? അതിപ്പോ ഞങ്ങൾ സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചില്ല എല്ലാവരും. കോൺഗ്രസ് ആണോ നിങ്ങള്? അല്ല, നമ്മള് CPM. അതെ. എന്തുകൊണ്ടാ സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചില്ല എന്ന് പറയുന്നത്? സിദ്ദീഖ് ഇനിയും വന്നു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ മുണ്ടക്കായി പ്രശ്നമൊക്കെ ഉണ്ട്. അതിലൊന്നും സിദ്ദീഖ് അധികം ഇടപെട്ടിട്ടില്ല. നല്ലത് എന്തുകൊണ്ടാ പറയണേ? നല്ലത് പറഞ്ഞാൽ നല്ല ഭരണം, നല്ല നമ്മളോടുള്ള പെരുമാറ്റം എല്ലാം കൊണ്ടും. ആണോ? നല്ല പെരുമാറ്റമാണോ? അതെ. ഇനി വീണ്ടും മൂപ്പര് നിക്കണം. എന്തിനാ നിക്കണത്? ഇനിയും വീണ്ടും മുപ്പരൊരു MLA ആയിട്ട് നമ്മളെ പുരോഗമനം വരുത്താൻ വേണ്ടിട്ട് നിക്കണം. ഇവിടെ പുരോഗമനം നടന്നുണ്ടോ? ഉറപ്പാണ്. എങ്ങനെ മനസ്സിലായി? ഞങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ മനസ്സിലാവാലോ. നമുക്ക് റോഡ്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഞങ്ങളെ സ്ഥലത്ത് ഞങ്ങൾക്ക് റോഡ് വന്നോണ്ട് ഞങ്ങൾക്ക് അതറിയാം. ഇടിയമ്പല്ലി സൂപ്പറാണ്. എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറയുന്നത്? ഏത് പാതിര ടൈമിലും നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം. ആണോ? പാതിര ടൈം പ്രശ്നമല്ല. ആ ടൈമിനവിടെ ആണോ? അങ്ങനത്തെ ഒരു വ്യക്തിയാണോ? അങ്ങനത്തെ വ്യക്തിയാണ്, ഭയങ്കര വ്യക്തിയാണ്. ആണോ? ഇനി വീണ്ടും മൂപ്പര് വേണോ? 100%. ആണോ? വരും. വരണം എന്നല്ല, വരും. ഉറപ്പ്. നല്ല ആളാണ്. നല്ല ആളെന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവും. ആണോ? അങ്ങനെ വിളിക്കാം. ഏത് സമയത്ത് വിളിച്ചാലും നമ്മളൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നല്ല ഒരു ജനപ്രതിനിധിയാണ്. ആണോ? ഉറപ്പാണോ? വീണ്ടും നിക്കണം. അങ്ങനത്തെ ആളല്ലേ വേണ്ടേ? ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകളല്ലേ വേണ്ടേ? അല്ലാതെ മറ്റുള്ളവരിൽ നിന്നൊരു കാര്യമില്ല. അതാണ് അതിന്റെ മാറ്റം. നല്ല കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വികസനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പൊതുപ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോഴേ നമ്മുടെ ചൂരൽമല അവിടെയൊക്കെ വലിയ ദുരന്തം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു സ്വന്തം കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ ആവശ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരമാവധി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും അദ്ദേഹം വരണോ? എന്നാ നന്നാവും. സൂപ്പറാണ്, ആള് സൂപ്പറാണോ? എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറയണേ? ഒന്ന് ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ നല്ല ഒരു പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കഴിവ് പരമാവധി അദ്ദേഹം ഈ പൊതുപ്രവർത്തനത്തിൽ കാണിക്കുന്നുണ്ട്. ഇനി വീണ്ടും വരണോ? പിന്നെ ചോദിക്കണ്ടോ? വരണം. സിദ്ദീഖ് കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടത്തി തരുന്നുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? നമ്മള് കാര്യം പോയാല് വേഗം പരിപാടി ചോദിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ. ഇനി വീണ്ടും വരണോ മൂപ്പര്? ഇപ്പൊ കുഴപ്പമില്ല. സിദ്ദീഖ് MLA നല്ല പ്രവർത്തനമാണ്. നല്ല പ്രവർത്തനം എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വയനാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ ചൂരൽമല ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അത് എന്താ പറയാ, അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സമർത്ഥിക്കുന്നതാണ് മറ്റേ ജനതാദള് പാർട്ടികളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഇനിയും നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതെ. നമുക്ക് ഒന്നും അഭിപ്രായം പറയാനില്ല. അതുകൊണ്ട് അഭിപ്രായം പറയാനില്ലാത്ത ഒന്നിക്കും പോകുന്നില്ല. എന്താ എങ്ങനെയുണ്ട് നിങ്ങളുടെ MLA എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? നമുക്കൊന്നും പറയാനറിയില്ല. സംസാരിക്കാൻ അറിയില്ല. നമ്മളതിനൊന്നും പറയുന്നില്ല. ആണോ? അങ്ങനെയാണോ? നല്ലതാണോ? എന്തുകൊണ്ടാ വരണം എന്ന് പറയുന്നത് വീണ്ടും? അങ്ങനെ തോന്നി. ആ തോന്നാനുള്ള ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. എന്താണ് ആ തോന്നാനുള്ള പോയിന്റ്? ഇല്ല. വികസനങ്ങളൊക്കെ എങ്ങനെ അദ്ദേഹം? ആണ്. വന്നാ നല്ലതാണ്. എന്തുകൊണ്ടാ വന്നാ നല്ലതെന്ന് പറയുന്നത്? അയാളെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്. ആണോ?
അയാളെ കൊണ്ട് ചെയ്യാവുന്നിടത്തോളം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് വരാൻ കാരണം എന്താ? കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. ആണോ? ശ്രദ്ധിക്കോ, വളരെ നല്ല ആളാണ്. ആണോ? ഓ, നല്ല ആള് നല്ല ആളെന്ന് പറഞ്ഞാൽ നല്ല വികസനം മുമ്പ് നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. ആണോ? ഓ, അവര് വന്നിട്ടല്ലേ ഉള്ളൂ. വരട്ടെ. കച്ചവടം കൂടിയാ? നമുക്ക് കച്ചവടം കൂടിയുണ്ട്. ആണോ? ഓ, നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല കൂടുതൽ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ആണോ? ഓ, മുൻപ് ഈ ഏരിയയിലുണ്ടായിരുന്ന ഈ വൈത്തിരി കൽപ്പറ്റ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ, അതുപോലെ പാർക്കുകൾ, മറ്റുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കച്ചവടം കൂടാൻ സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉറപ്പാണ്. ഓ, ഉറപ്പാണ്. സിദ്ദീഖിനെ കുറിച്ച് എന്ത് പറയാൻ? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മുത്തുമോനല്ലേ. മുത്തുമോന? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാ കാര്യത്തിലും ഇടപെടും. എന്ത് കാര്യത്തിലും. നമ്മളെ പ്രളയം ഉണ്ടായ ടൈമിന് അവനവിടെ ചെയ്ത ത്യാഗം നമുക്കറിയാം. ഏത് കാര്യത്തിലും ഒരു നാട്ടുകാരെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ജനനായകനാണ് സിദ്ദീഖ്. ഈ സിദ്ദീഖ് സാധ്യത കുറവെന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? നമ്മളങ്ങനെ അയാളെ വിശ്വസിക്കുന്നില്ല. നമ്മള് എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? നമ്മള് അങ്ങനെ രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല. ഇല്ല. അപ്പൊ ആരാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇല്ലെങ്കിൽ ആരാ വിശ്വസിക്കുന്നത്? ആരെയും വിശ്വസിച്ചിട്ട് കാര്യല്ലേ. ഇല്ല. നമ്മള് അധ്വാനിച്ച നമ്മക്കുണ്ട്. അതൊക്കെ മത്സരിച്ചോട്ടെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു ജനങ്ങളുടെ ഇടയിൽ എല്ലാ സമയവും എത്തിപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ആണോ? അങ്ങനെ വ്യക്തമായിട്ട് എന്തുകൊണ്ട് പറയുന്നത്? നമ്മള് എല്ലാ സമയവും പ്രകാശം ആഴ്ചയിൽ 5 പ്രാവശ്യങ്ങളും കാണാത്ത ദിവസങ്ങളിൽ. ആണോ? കണ്ടാൽ എങ്ങനെയാ? ആള് മിണ്ടാതെ പോകും? അല്ലല്ല, എല്ലാരോടും നല്ല പക്വതയിലാണ് മൂപ്പര് സംസാരിക്കുക. വീണ്ടും വരണം എന്നാ പറയുന്നത്? വീണ്ടും വരട്ടെ. മൂപ്പര് ജനകീയമായിട്ടുള്ള ഒരാളാണ്, എല്ലാ സ്ഥലത്തും. നല്ല രീതിയിൽ പോകുന്ന വ്യക്തിയാണ്, നല്ല ജനകീയനാണ്, നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്, ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുണ്ട്, എല്ലായിടത്തും ഓടി എത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹാപ്പിയാണോ അദ്ദേഹത്തിന് MLA സ്ഥാനത്തിൽ? അതെ ഹാപ്പിയാണ്. വീണ്ടും വരണം. ആണ്. മത്സരിക്കുന്നത് കുഴപ്പമില്ല, നല്ല ജനകീയനായ ഒരു നേതാവാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് നല്ല ജനകീയ നേതാവ് എന്ന് പറയുന്നത്? ജനകീയം എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ഇവിടെ ജനങ്ങളുടെ ഇറങ്ങിയിട്ട് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാറുണ്ട്. നല്ല മനുഷ്യനാണോ? നല്ല മനുഷ്യൻ. വീണ്ടും വരണം എന്നാണ് എന്റെ ആഗ്രഹം. വീണ്ടും വരണം തന്നെയാണ്, കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യുന്ന ഒരു MLA ആണ്. അതെ. എന്തുകൊണ്ട് അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യുന്നു? കാരണം എന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഈ കോൺഗ്രസിന്റെ ഈ പരിപാടികൾക്കൊക്കെ പോകുന്ന, അപ്പൊ അവിടെ വെച്ചിട്ടുള്ള മുപ്പര് ഇടപെടലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ കെയർ ചെയ്യുന്നുണ്ട് മുപ്പര് നാട്ടുകാരെ കുറിച്ച്. നിങ്ങൾ പാർട്ടിക്കാരനാണോ? എനിക്കങ്ങനെ ഒരു പാർട്ടിയല്ല, ഞാനൊരു വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ അതായത് നല്ലൊരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും, അല്ല പാർട്ടി നോക്കി വോട്ട് ചെയ്യാറില്ല. ശരി, ഓക്കെ. മത്സരിക്കട്ടെ. എന്തുകൊണ്ടാണ് മത്സരിക്കട്ടെ എന്ന് പറയുന്നത്? അദ്ദേഹം എന്താ പറയുക, ഒരു വികസനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലൊന്നും വന്നില്ലെങ്കിലും തുടർന്ന് വന്നാൽ ഒരു വികസനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ വന്നിട്ടുണ്ടോ? വികസനം വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ എടുത്തു പറയണ കാരണം ഒന്നാമത് നമ്മളൊരു പൊതുപ്രവർത്തകനല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മത്സരിക്കണം, ജയിക്കണം. എന്തുകൊണ്ടാണ് ജയിക്കണം? കാരണം നല്ല നല്ല പ്രവർത്തനം കൽപ്പറ്റയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഈ 5 വർഷം തന്നെയാണ് നല്ല നല്ല പ്രവർത്തനമാണ് കൽപ്പറ്റയിലോട്ട് കൊണ്ടുവന്നത്. ഇനി വീണ്ടും ജയിക്കണം എന്നാ പറയുന്നത്? ജയിക്കണം, സിദ്ദിഖ വരണം, കൽപ്പറ്റ മാറണം. സിദ്ദിഖ വരണം, കൽപ്പറ്റ മാറണം. വളരണം. വളരണം. നിങ്ങൾ അത്രയും കൃത്യമായി പറയുന്നത് എന്തുകൊണ്ടാണ്? നല്ല നല്ല പ്രവർത്തനം ഉണ്ടല്ലോ കൽപ്പറ്റയ്ക്ക്. പഞ്ചായത്ത് കൽപ്പറ്റ നമുക്ക് വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട് കൽപ്പറ്റയിൽ. സൂപ്പറാണോ? അതുകൊണ്ടാണ് സൂപ്പർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം റോഡ് പണിയൊക്കെ ഞങ്ങൾക്ക് പ്രധാനം, അതൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ആളാണോ? നല്ല ആളാണ്. ഇനി വീണ്ടും വരണം. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടേ ജനങ്ങളെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളെയാണല്ലോ നമ്മള് വേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ വളരെയധികം റോഡ് കാര്യങ്ങളൊക്കെ ചെയ്തായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പാർട്ടി നോക്കിയിട്ടല്ല, ഞാനിങ്ങനെ സുവിശേഷ വേല ചെയ്യുന്ന ഒരാളാണ്. പാർട്ടി ഒന്നുമില്ല, എല്ലാവരെയും നമുക്ക് വേണം. അപ്പോ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാളെ ദൈവം ഇപ്പൊ കുഴപ്പമില്ല. പല റോഡ് കാര്യങ്ങള്, പല പൊതുമേഖല പ്രവർത്തനം ഇനി വീണ്ടും വരണോ? അങ്ങനെ പ്രവർത്തനങ്ങൾ വെച്ചിട്ട് വന്നാൽ കൊള്ളാം. ഇതേ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല അഭിപ്രായം. ഇതേപോലെ ഒരു MLA നമുക്ക് കിട്ടിയിട്ടില്ല. ഈ കൽപ്പറ്റ ഒന്നും വികസനം ഉണ്ടായില്ല എന്ന് പറയുന്ന ആളോട് എന്താ പറയാ? അങ്ങനെ പറയാൻ പറ്റില്ല, അത് രാഷ്ട്രീയം. ഇതൊരു ജനങ്ങളുമായിട്ട് ബന്ധം ഒരുപാട് എല്ലാ മേഖലയിലും അയാളുടെ പ്രവർത്തനമുണ്ട്. ഏറ്റവും വലിയ ദുരന്തമുണ്ടായ വയനാട്ടില് അവരോടൊപ്പം രാത്രിയും പകലും അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളാ. ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇനി വീണ്ടും വരണോ? വീണ്ടും ഒന്നുകൂടി വരണം. ഇതുപോലെ ചെയ്തു കൊടുത്താൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ ആണ്. അപ്പൊ ഇനി വീണ്ടും വരണോ അദ്ദേഹം? വീണ്ടും വന്നാൽ ഇതേമാതിരി ആർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട, നാട്ടിലെല്ലാം അറിഞ്ഞു പ്രവർത്തിക്കുന്നൊരു നേതാവാണ്. ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വണ്ടിന്റെ കാര്യത്തിലൊക്കെ എല്ലാം സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആണ്. അപ്പൊ എണ്ണക്ക് നിലവാരത്തിൽ ഒരുപോലെ 2 കൊല്ലമായിട്ട് മാറ്റം കാണാത്തോണ്ട്
നല്ലൊരു സപ്പോർട്ടാണ്. ആണ്. കുഴപ്പമില്ല കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? നമ്മുടെ വികസന പരിപാടിയൊക്കെ നമുക്ക് എതിരായിട്ട് ചെയ്യുന്നില്ലേ? എങ്ങനെ ഓരോ വികസന പരിപാടികളൊക്കെ നമുക്കത് ചെയ്യുന്നില്ലേ? ആണോ? ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ല. നിങ്ങളുടെ മണ്ഡലത്തിലാണ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണോ വീണ്ടും വരണോ അദ്ദേഹം? അതെ അതെ വരണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല. നല്ല ആളാ. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? അല്ല, ഇവിടെ കുറെ വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ TCG MLA ഇനി വീണ്ടും വരണം എന്നുള്ള ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. MLA അത് നമുക്ക് അതിനെപ്പറ്റി വലിയ നമുക്കില്ല. എങ്ങനെ ആളെങ്ങനെ അത് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. രാഷ്ട്രീയമായിട്ട് ഞാൻ അങ്ങനെ ബന്ധത്തില്ല. നിങ്ങൾ ഈ മണ്ഡലത്തുകാരനാണ്? അതെ. ആണ്. കൽപ്പറ്റ മണ്ഡലമാണ്. ആണ്. നിങ്ങൾക്ക് അറിയില്ല രാഷ്ട്രീയത്തെ? ഇല്ല, വലിയ ബന്ധത്തില്ല. നമ്മൾ രാഷ്ട്രീയമായിട്ട് വലിയ നമുക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നും ഇല്ല. പാർട്ടിയിലൊന്നും അങ്ങനത്തെ ഇതുള്ള ആളല്ല. പ്രത്യേക താല്പര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ല. വോട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യണ്ടാവുക? അദ്ദേഹത്തിന്റെ ഇപ്പത്തെ പ്രകടനം എങ്ങനെയാ? കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗുണമില്ല ദോഷമില്ലാത്ത രീതിയിലാണല്ലോ പോകുന്നത്. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നല്ല ആളാണോ? നല്ല ആളാണ്. ആണോ? ഇനി വീണ്ടും വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും വരണം എന്നുള്ളത്? അല്ല, നല്ല സപ്പോർട്ട് ഉണ്ട്. ആണല്ലേ? കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ അത്ര അങ്ങോട്ട് പോരാ. എന്തുകൊണ്ടാ അത്ര അങ്ങ് പോരാന്ന് പറയുന്നത്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അവർ പ്രതിപക്ഷത്താണ്, ഭരണപക്ഷത്തല്ല. അപ്പൊ ആ വികസന നേട്ടങ്ങളെ പറ്റിയൊന്നും പറയാനില്ല. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഒരു MLA ആണ്. നല്ല MLA എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ഒരാളാണ്. നമ്മളെ പാർട്ടിയുടെ ആളല്ല, പക്ഷെ നമുക്കൊരു പാർട്ടിയും ഇല്ല. പക്ഷെ അതുകൊണ്ടും പറയാന്ന് എന്താ വെച്ചാൽ നിങ്ങള് പറയുന്നത് TCG MLA വീണ്ടും വരണം. കുഴപ്പമില്ല. നല്ല വികസനം നടക്കുന്നുണ്ടെന്ന് അർത്ഥം. വികസനം ഒരു ഭരണപക്ഷത്ത് വരികയാണെങ്കിൽ കൃത്യമായിട്ടും വികസനങ്ങൾ നടക്കും. ആള് ഉഷാറാണോ? അതുകൊണ്ട് ആള് ഉഷാറാന്ന് പറയും. ഞാൻ UDF നിഷ്പക്ഷം, ഞാൻ ഡെവലപ്മെന്റ് ആളല്ല, നിഷ്പക്ഷ ആളാണ്. രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ ആള് വ്യക്തിപരമായി നല്ല ആളാണ്. വീണ്ടും വരണോ അയാള്? വരണം. നന്നായിട്ടുണ്ടെന്നാ? എന്തുകൊണ്ടാ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്? എന്തുകൊണ്ടൊക്കെ ഭരണം നല്ലൊരു ഇതൊക്കെയാണ്. എല്ലാവർക്കും നല്ല സഹായങ്ങളൊക്കെ ആണോ? നിങ്ങൾക്ക് സഹായം വല്ലതും കിട്ടിയിട്ടോ? ഞങ്ങൾക്ക് സഹായം കിട്ടിയിട്ടില്ല, ഇനി കിട്ടും. ആള് നല്ല ആളാണോ? ഇനി വീണ്ടും വരണം. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയുന്നത്? അല്ല, മൂപ്പര പ്രവർത്തനവും കൊണ്ടും എല്ലാം കൊണ്ടും ആണോ? ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ടും എല്ലാം നല്ല മനുഷ്യനാണോ? അപ്പൊ ഇനി വീണ്ടും വരണോ? വീണ്ടും വരണമെന്നുണ്ട്. ആണ്. വരുവോ? വരണം എന്നാണ് ഇപ്പൊ നമ്മളെ കയ്യിലല്ലേ. അല്ല, ഉഷാറാണ്. ഉഷാറാണോ? എന്തുകൊണ്ടാ ഉഷാറെന്ന് പറയുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല, അടിപൊളിയാ. വീണ്ടും വരണോ? തീർച്ചയായിട്ടും. നല്ല ആളാണ്. നല്ല ആളാണോ? എന്തുകൊണ്ടാ നല്ല ആളെന്ന് പറയുന്നത്? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. നല്ല ആളെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? അല്ല, എല്ലാരും പൊതുവെയുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. ആണോ? അങ്ങനെയാണ്. കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു 5 വർഷത്തെ. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം? ജനങ്ങളുടെ ഇടയിൽ ഏത് സമയത്തും കാണാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വരണം എന്നുള്ളത് ആഗ്രഹം തന്നെയാണ്. നല്ലൊരു MLA ആണ്. കുഴപ്പമില്ല, നല്ലൊരു MLA ആണ്. എന്തുകൊണ്ടാ പറയുന്നത്? നല്ലൊരു വികസനമൊക്കെ കൊണ്ടുവരുന്നു തോന്നുന്നു. ആണല്ലേ? കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വീണ്ടും അദ്ദേഹം വരണോ? വീണ്ടും വരണോ? വന്നാ കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? നല്ല ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരും നോക്കി എല്ലാം ചെയ്യുന്നുണ്ട്. ആണോ? ഇനി മത്സരിക്കും. മത്സരിച്ച് ജയിക്കുവാ? ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും പറയണേ? ഞങ്ങള് പാവങ്ങളെ ജയിപ്പിച്ച ജയിക്കും. ആണ്. ഞങ്ങൾ പാവങ്ങൾ ജയിപ്പിക്കുന്നു പറയണേ. എന്തുകൊണ്ടാ നിങ്ങൾ അങ്ങനെ പറയണേ? ചെയ്താലും ചെയ്തില്ലേലും പാവങ്ങൾ അങ്ങോട്ട് അവർക്ക് വോട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, നല്ല ആളാ. ആണോ? കുഴപ്പമില്ല, നല്ല ആളാന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അല്ല, എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം? അറിയത്തില്ല. നല്ല MLA ആണോ? നല്ല MLA ആണോ? നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടോ? ഉണ്ടോ? ഇനി വീണ്ടും നിന്നാ ജയിക്കുവോ? ജയിക്കുന്നാണ് പ്രതീക്ഷ. കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? എന്താ പറയാ? ഓക്കെ, വാ. സൂപ്പറല്ലേ? സൂപ്പറാണോ? എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആണോ? കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളൊക്കെ വികസനത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ആൾ ഇനി മത്സരിച്ചാൽ ജയിക്കുവോ? പ്രതീക്ഷിക്കുന്നു. നല്ലതാണോ? എന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം? ഒന്നുകിൽ അയാളുടെ പ്രവർത്തനമായിരിക്കാം, അല്ലെങ്കിൽ ആ സ്വഭാവമായിരിക്കാം. എന്താണ് കുഴപ്പമില്ല? എല്ലാം കൊണ്ടും നല്ലതാണോ? ആണ്. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? എനിക്കിപ്പോ അത്രേ പറയാൻ പറ്റുള്ളൂ. ആണല്ലേ? കുഴപ്പമില്ല എന്ന് പറയാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇല്ല, ഞാനൊരു CPM കാരിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു. ആണല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. സൂപ്പർ അതുകൊണ്ട് ആള് സൂപ്പർ എന്ന് പറയുന്നത്. അത് മൂപ്പര് ഒരുപാട് കാര്യങ്ങൾ നല്ല ചെയ്യുന്നുണ്ട്. ആണോ?
നിങ്ങൾ വീണ്ടും വന്യജീവിന്റെ ഇതുണ്ടല്ലോ ഫെൻസിങ് കാര്യങ്ങളൊക്കെ മൂപ്പര് ചെയ്തു തന്നിട്ടുണ്ട്. ആണോ? ഇനി വീണ്ടും വരണോ അദ്ദേഹം? ആ UDF എന്തായാലും വരണം. ആണ്. കുഴപ്പമില്ല, നല്ല കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തത് ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ? അത് സാധാരണക്കാരനും മൂലം ഒക്കെ ഒരേ തരത്തിലാണ് അയാൾ കാണുന്നത്, ഒരേ ഇതിലാണ് വീക്ഷിക്കുന്നത്. ഇയാൾ ഇനി വീണ്ടും വരണോ? വീണ്ടും വരുന്നതാണ് ആഗ്രഹിക്കുന്നത്. കാരണം യുവാക്കളുടെയിടയിലും പ്രായഭേദമന്യേ രാഷ്ട്രീയമന്യേ എല്ലാവർക്കും നല്ലൊരു വ്യക്തിയാണ്. ഇവിടെ പൊതുവെ കൽപ്പറ്റയ്ക്ക് ഒരു നിറഞ്ഞ ഒരു സാന്നിധ്യം, എന്ത് വിഷയത്തിലും അയാൾ ഇടപെടുന്നത്. സിദ്ദീഖ് എംഎൽഎ ആള് സൂപ്പറല്ലേ? ആള് സൂപ്പറാന്ന് എന്തുകൊണ്ടാ പറയണേ? സൂപ്പർ കാണാനുള്ള ഭംഗി മാത്രമല്ല, പിന്നെ അയാളെ പ്രവർത്തനങ്ങളും അയാൾ മൊത്തത്തിൽ ജനങ്ങളോടുള്ള സമീപനം എല്ലാം കൊണ്ടും അടിപൊളിയാണോ? അടിപൊളി. ഇനി വീണ്ടും വന്നാല് വരണം. രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി വലിയൊരു ഇതില്ല, എന്നാലും MLA വരുന്നൊരു നല്ലതാണ്. നമ്മളെ വയനാട്ടിന് വേണ്ടിയിട്ട് സിദ്ദീഖ് വീണ്ടും ഇവിടെ ഒരു പ്രചോദനം നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം കുറെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് കാണുന്നുണ്ട്. നമ്മളെ കൽപ്പറ്റ തന്നെ ഒരുപാട് മാറ്റങ്ങളായിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ കുറച്ചും കൂടെ ഒരു പുരോഗമനത്തിലേക്ക് വരുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. വരണം എന്നാ പറയുന്നത്. വരണം. കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറയുമ്പോ എന്താ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം? നല്ല തന്നെയാണ്. നല്ല തന്നെയാണോ? ഇനി വീണ്ടും അദ്ദേഹം വരണോ? വരാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? നമുക്കറിയില്ല. ഇല്ല. നിങ്ങളെ MLA നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം, പക്ഷെ നമ്മള് അങ്ങനെ ഇതില്ലല്ലോ, പാർട്ടിയായിട്ട് അങ്ങനെ പരിചയമില്ല. എങ്ങനെയുണ്ട് ആള്? പൊതുവെയുള്ള അഭിപ്രായം ആൾക്ക് എങ്ങനെ? എനിക്കറിയില്ല മോനെ, മോശം അഭിപ്രായം കേൾക്കുന്നത്. ആണല്ലേ? കുഴപ്പമില്ല എന്തുകൊണ്ടാ പറയണേ? നമ്മള് എന്താണ് പറഞ്ഞു കുഴപ്പമില്ല. ഇനി വീണ്ടും അദ്ദേഹം വരണോ? വരണം. വന്നാ കുഴപ്പമില്ല. എന്തുകൊണ്ടാ വന്നാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? എന്താ വികസനം ഉണ്ടാവും. ആണ്. നല്ലൊരു പോരാളിയാണ്. ആണോ? ഈ സിദ്ദീഖ് നല്ല പോരാളിയാണോ? എന്തുകൊണ്ടാ പോരാളി എന്ന് പറയുന്നത്? നല്ല പോരാളി എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല പ്രവർത്തനമാണ്. ആണോ? 5 വർഷത്തിനുള്ളിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ആണ്. നിങ്ങൾ ഇനി വീണ്ടും അദ്ദേഹം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ഞാൻ പറയാ, ഇപ്പൊ നല്ലോക്കം തന്നെയാ. എന്തോ നല്ലോക്കം തന്നെ എന്ന് പറയണേ? നല്ലോണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആണ്. നിങ്ങൾക്ക് സഹായങ്ങളായിട്ട് വരലുണ്ടോ? ഉണ്ട്. അയാൾ ഇനി വീണ്ടും നിന്നാ ജയിക്കുവോ? നല്ല ആളാണ്. എല്ലാ പുരോഗമനം അവരെ കൊണ്ട്. ആണോ? നല്ല പുരോഗമനം ഉണ്ടോ? എന്തുകൊണ്ടാ നല്ല പുരോഗമനം ഉണ്ട്? എന്നുവെച്ചാൽ എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം MLA ഭാഗം ആണല്ലേ? അപ്പോ അയാൾ ഇനി വന്നാല് നല്ലത്. ഈ MLA എന്റെ ചോദ്യം. MLA അറിയില്ലേ? അറിയില്ലേ? സിദ്ദീഖിനെ അറിയില്ലേ? എങ്ങനെയുണ്ട് സിദ്ദീഖ്? ആണോ? എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? ഞാൻ അങ്ങനെ ആരെയും പറ്റി അന്വേഷിക്കലില്ല. എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. നല്ല പ്രവർത്തനം. ഇനി അദ്ദേഹം വരണോ? വന്നോട്ടെ. ആണ്. വന്നോട്ടെ എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? വന്നോട്ടെ എന്ന് പറഞ്ഞാല് അതില് ഒരു അഴിമതിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊന്നും ചെയ്തില്ല, കുറ്റാരോപണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടി കൊടുക്കാം. ആണ്. കുഴപ്പമില്ല, നല്ല നേതാവാണ്. ആണോ? നല്ല നേതാവാണ് എന്തുകൊണ്ടാ പറയുന്നത്? എന്തോ പറയാ, വയനാടിന് വേണ്ടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആണോ? ഇനി അദ്ദേഹം വരണോ? അദ്ദേഹം വരണം. ജനകീയനാണ്, വീണ്ടും വരേണ്ടതാണ്. ആണോ? ജനകീയനാണ് എന്തുകൊണ്ടാ പറയുന്നത്? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ. ആണോ? അദ്ദേഹം ഇനി വരണോ? അദ്ദേഹം ഒരു സ്ഥാനത്ത് ആ സ്ഥാനത്ത് വരണമെന്ന ആഗ്രഹം, പക്ഷെ പാർട്ടിയാണ് തീരുമാനിക്കുന്നതൊക്കെ. വരണമെന്ന് ആഗ്രഹമുണ്ടോ? വരണമെന്ന ആഗ്രഹമാണ്. ആവറേജ്. എന്തുകൊണ്ട് ആവറേജ് പറയുന്നത്? അത്ര പ്രവർത്തനം നടന്നിട്ടുള്ളൂ. ആണല്ലേ? ഇനി വീണ്ടും വരണോ? ആവശ്യമില്ല. ഇടതുപക്ഷം നല്ലൊരു നേതാവ് വരണം നമുക്ക്. നല്ല നേതാവ്. അതാരാ നേതാവ് നിങ്ങളുടെ മനസ്സിൽ? മനസ്സിലല്ല, നാടിന് ഉപകാരപ്പെട്ട ഒരു ആളാവണം. അപ്പൊ ടി സിദ്ദീഖ് നാടിന് ഉപകാരല്ലേ? അതിന് മേലെ ആഗ്രഹിക്കുന്നു. ആണോ? ആരാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരാൾ വന്നാൽ നന്നായിരിക്കും പറയുമല്ലോ? അങ്ങനെ പറയാൻ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് അറിയില്ല. എങ്ങനെയുണ്ട് ആൾ? എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളിൽ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ. എന്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്? അത് നമ്മളെല്ലാ ഇതിൽ കാണാറുണ്ട്, പൊതുപരിപാടികളിലും കാര്യങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ നല്ല അഭിപ്രായമാണ്. ഇനി അദ്ദേഹം വരണം എന്നുള്ളതാണോ? ഇനി മറ്റേതാ നല്ലതായിരിക്കും തോന്നുന്നു. ഈ സിദ്ദീഖ് MLA എന്ന് പറഞ്ഞാല് കുഴപ്പമില്ല, പക്ഷെ പോരാ. എന്തുകൊണ്ടാ പോരാന്ന് പറയുന്നത്? പോരാന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് പാവങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കണ്ടേ, എന്നെങ്കിലല്ലേ നമുക്ക് മതി എന്ന് പറയാൻ പറ്റുള്ളൂ. ആരാണ് ഇവിടെ വരേണ്ടത്? ഇവിടെ ഭരണത്തിലോ? ഭരണത്തിൽ ഇപ്പൊ കോൺഗ്രസ് വന്നിട്ടും കാര്യമില്ല, പിന്നെ നമ്മളെ മാർക്സ് പാർട്ടി വന്നിട്ടും കാര്യമില്ല. BJP വന്നാലും ഒരു വിധം രക്ഷപ്പെടുന്നു. എങ്ങനെ രക്ഷപ്പെടുന്നു? നമ്മളെ ഈ രക്ഷപ്പെടുത്തോ? ആണല്ലേ? ഞാൻ MLA എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ? നിങ്ങളത് ഇഷ്ടമുള്ളത് പറയാം, ഞാൻ ഒന്നും പറയാൻ വേണ്ടി പറയില്ല. MLA എങ്ങനെയുണ്ട്? MLA എങ്ങനെയുണ്ട്? നിങ്ങളുടെ MLA നല്ലൊരു മനുഷ്യരാണ്. നമ്മൾ അയാളിനെ പിന്നെ പാർട്ടിപരമായിട്ടല്ല പറഞ്ഞത്, വ്യക്തിപരമായിട്ടാണ് പറയുന്നത്. MLA നല്ല മനുഷ്യരാണ്. അദ്ദേഹം ഇനിയും MLA സ്ഥാനാർത്ഥിയെ മത്സരിക്കണമെന്നാണ്? MLA നല്ല മനുഷ്യനാണ് വ്യക്തിപരമായിട്ട്, പക്ഷെ അയാൾ പാർട്ടി ബേസായിട്ട് ഞാൻ പറയുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ആണ് നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ. എന്നാ വികസനം ചെയ്യുന്നതിൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഞാൻ ഈ പൊതുപ്രവർത്തനമായിട്ട് അധികം ബന്ധപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഉഷാറാണോ? എന്തുകൊണ്ടാണ് ഉഷാർ എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനമാണ്, എല്ലാ കാര്യങ്ങളും ഇനി വീണ്ടും വരണോ അദ്ദേഹം? വരണം എന്നാണ് നമ്മളെ ആഗ്രഹം. ആണോ? ഓ നല്ലതാണ്, സൂപ്പറാണല്ലോ. നല്ലതാണോ? സൂപ്പറാണോ? എന്തുകൊണ്ടാണ് സൂപ്പർ എന്ന് പറയുന്നത്? നല്ല പ്രവൃത്തികളല്ലേ കാഴ്ചവെക്കുന്നത്. ആണോ? എനിക്കറിയില്ല, നിങ്ങളാണ് പറയുന്നത്. ആണ് നല്ലത്. ആണ് നല്ലതാ. ഓ ഇത് നല്ലൊരു MLA ആണ്. നല്ല MLA ആണോ? അതിനോട് നല്ല MLA പറയുന്നത്. നല്ല MLA ആണെങ്കിൽ ഇവിടെ പല വികസന പ്രവർത്തനങ്ങളൊക്കെ കൊടുത്ത മനുഷ്യനാണല്ലോ. ആണോ? നല്ലതാണോ? നല്ലതാണ്. ആള് വീണ്ടും വരണോ? വീണ്ടും വരണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. ആണ്. സൂപ്പറാണോ? എന്തുകൊണ്ടാണ് സൂപ്പർ എന്ന് പറയുന്നത്? എന്താ സൂപ്പർ എന്ന് പറയാൻ കാരണം എന്താ? അയാളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആണോ? എങ്ങനെയുണ്ട് ആള്? ആള് സൂപ്പറാണ്. ആണോ? അങ്ങനെയാണോ? ഇനി വീണ്ടും മത്സരിക്കണോ? മത്സരിച്ചോട്ടെ. അനക്ക് വോട്ടുണ്ടോ അവിടെ? ഇല്ല. ഇല്ലേ? വോട്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നില്ല, വയസ്സായിട്ടില്ല. വയസ്സാണോ? എത്ര വയസ്സായി? 17 അപ്പൊ ശരി എന്നാ പോട്ടെ. നല്ല MLA. നല്ല MLA ആണോ? എന്തുകൊണ്ടാണ് നല്ല MLA എന്ന് പറയുന്നത്? മൂപ്പരോട് സജീവമായിട്ട് എല്ലാം പ്രവർത്തനം നടത്തുന്നുണ്ട്. ആണോ? ആൾ ഇനി വന്നാല് നിൽക്കട്ടെ, തെരഞ്ഞെടുപ്പ് നിൽക്കട്ടെ. ആണോ? നല്ല ആളാണ്. നല്ല ആളാണോ? എന്തുകൊണ്ടാണ് നല്ല ആളെന്ന് പറയുന്നത്? എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല ആളാണോ? ഇനി നിക്കണോ മൂപ്പര്? നിൽക്കണം. കുഴപ്പമില്ല. എന്തുകൊണ്ടാ? നല്ലൊരാളായതുകൊണ്ട്. ആണോ? നല്ല ആളെന്ന് പറയുമ്പോ എന്താണ് നിങ്ങൾ നല്ല ആളെന്ന് പറയാനുള്ള കാരണം? വൃത്തിയാക്കില്ല, പണ്ടും ഇതൊക്കെ മൂപ്പര് കൊടുക്കുന്നുണ്ട്. ആണോ? അപ്പൊ ഇനി വീണ്ടും വരണോ? വരണം. നല്ല ആള്. എന്തുകൊണ്ടാണ് നല്ല ആളെന്ന് പറയുന്നത്? എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാള്. ആണോ? ഇനി വീണ്ടും വരണോ? വീണ്ടും വന്നോട്ടെ. വീണ്ടും വരണോ? വന്നോട്ടെ. വന്നോട്ടെ. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയാൻ? നല്ല ഭരണമാണ്. ആണോ? നല്ല ഭരണ. ഇനി അദ്ദേഹം വരണോ? വീണ്ടും വരണോ? വരണം. ഓ നല്ലത് തന്നെ. നല്ല തന്നെയാണോ? എന്തുകൊണ്ടാ നല്ലതെന്ന് ഉമ്മ പറയണേ? നല്ല ഇത് തന്നെ. ആണോ? എന്തുകൊണ്ടാ നല്ലതെന്ന് പറയണ ഉമ്മ? എല്ലാം തരുന്നൊക്കെ. ആണോ? ഞാൻ ചോദിക്കുന്നത് ടി സിദ്ദീഖ് MLA നല്ല ആളാണോ? ടി സിദ്ദീഖ് MLA കുറിച്ചുള്ള അഭിപ്രായം എന്താ? എപ്പോഴാ എന്താ നല്ലതാണ്. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? വികസനമുണ്ട്. ആണ്. ഇനി വരണോ? വരണം. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇനി വീണ്ടും വരണോ? വെച്ചാൽ അത് ജനങ്ങളല്ലേ തീരുമാനിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ വരണം എന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം അറിയാം. അറിയില്ല. അയാളുടെ വികസനം എങ്ങനെ? വികസനത്തിനെ കുറിച്ച് അങ്ങനെ അറിയില്ല. അടിപൊളിയാ. എന്തുകൊണ്ട് അടിപൊളി പറയണേ? അങ്ങനെ അയാള് ഈ ചെയ്യണ നല്ല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ പറയുന്നു. ആണോ? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. എന്തുകൊണ്ടാണ് നല്ല അഭിപ്രായം പറയണേ? നല്ല അഭിപ്രായം, നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതല്ലേ, ആണോ? പറയാൻ പറ്റും. നല്ല കാര്യം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും വരണോ അയാള്? വരണ്ടല്ലോ. വരണം. വളരെ മോശം. വളരെ മോശം. എന്തുകൊണ്ടാണ് വളരെ മോശം എന്ന് പറയുന്നത്? ഇങ്ങനത്തെ ഒരു വയനാട്ടിൽ ഇങ്ങനത്തെ ഒരു MLA അല്ല. ഒരു കാര്യം ചെയ്യുന്നില്ല, ഒരു കാര്യം പറഞ്ഞതുപോലെ ആണല്ലേ? പിന്നെ ആരാണ് വരേണ്ടത്? വരേണ്ട നല്ലൊരു MLA വരണം. അത് ആരാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? അല്ല, ഇടതുപക്ഷത്തിന്റെ നല്ലൊരു MLA. ഇടതുപക്ഷത്തിന്റെ നല്ല MLA ആണ്. അതുകൊണ്ട് വലതുപക്ഷത്തിന്റെ ടി സിദ്ദീഖ് പോരാന്ന് പറയുന്നു. വളരെ മോശം ഞാൻ പറഞ്ഞല്ലോ. ആള് ഉഷാറാണ്. ആൾ ഉഷാറാണ്. എന്തുകൊണ്ട് ആൾ ഉഷാർ എന്ന് പറയാൻ കാരണം? അത് നല്ല ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനമാണ് മൂപ്പര്. നിങ്ങൾ ഈ ഏരിയയിൽ കച്ചവടം കൂടിയിട്ടുണ്ടോ? കച്ചവടം ശരാശരി കച്ചവടം കുറവൊന്നും കൂടിയിട്ടുണ്ട്. കുറച്ച് കൂടിയിട്ടുണ്ട്. MLA വല്ല വികസനങ്ങൾ കച്ചവടം വരുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നല്ല വീണ്ടും വരണോ മൂപ്പര്? വരണം. കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. എന്തുകൊണ്ടാ പറയണത്? നമ്മള് ഒരുപാട് റോഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. ഭരണ കാര്യങ്ങള് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങള് നമ്മളെ അറിവിൽ തന്നെ കുറെ കാര്യങ്ങൾ നല്ല ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും വരണോ? വീണ്ടും വരണം. ഈ സിദ്ദീഖ് നമ്പർ 1 ആണ്. നമ്പർ 1 നമ്പർ 1 എന്ന് പറയുന്നത് മൂപ്പര് പ്രവർത്തനങ്ങളും ഇങ്ങനത്തെ ഒരു MLA വയനാട്ടില് കൽപ്പറ്റ മണ്ഡലത്തില് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അത്രയും നല്ല MLA ആണ്. എല്ലാവർക്കും എവിടെ എത്തും. ആണോ? എല്ലാവർക്കും കയറി ചെല്ലും. എത്തും. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനി നിൽക്കണോ? ഇനി നിന്നാ സൂപ്പറായിട്ട് 100% ചെയ്യും. ആണോ? സൂപ്പർ ആണോ? എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറയുന്നത്? എല്ലാ പ്രവർത്തനവും മുമ്പിൽ പറഞ്ഞെത്തുന്നുണ്ട്. ആണോ? സൂപ്പറാണ്. ഇനി നിൽക്കണോ? ഒന്നുകൂടെ തന്നെ ജയിക്കും. 100% ജയിക്കും. ആണോ? കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? നല്ല ആളല്ലേ, ഭരണത്തെ കുറിച്ച് എനിക്കറിയാക്കെ. ഇല്ലേ? എനിക്കറിയില്ല, നിങ്ങളാണ് പറയേണ്ടത്. അത് നിങ്ങൾക്ക് അറിയില്ല. എനിക്കറിയില്ല, നിങ്ങൾ പറയണത്. നിങ്ങൾ മണ്ഡലക്കാരാണ് പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞ കൽപ്പറ്റ മണ്ഡലക്കാരനല്ല ഞാൻ. നിങ്ങൾ ഈ മണ്ഡലത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. എനിക്ക് പറയുന്നതിനും കൂടുതൽ പറയാൻ കഴിയും. എങ്ങനെയുണ്ട്? ഞാൻ കൂടുതലും കോളേജിലാണ്, മെഡിക്കൽ കോളേജിൽ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ആവറേജേ ഉള്ളൂ. ആവറേജ്. എന്തുകൊണ്ട് ആവറേജ് എന്ന് പറയുന്നത്? പല വികസന പ്രവർത്തനങ്ങളും നടത്തുന്നതിൽ അദ്ദേഹം എടുത്ത നിലപാടുകളുണ്ട്, വ്യക്തമാക്കാനുണ്ട്. അല്ല, അപ്പൊ ഇവിടെ പോരാ, ഇനി വീണ്ടും നിൽക്കണോ? അതിന് എനിക്ക് അഭിപ്രായമില്ല. അപ്പൊ ആർക്കാ അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത്? LDF-ന്റെ ആൾ വന്നാൽ ശരിയാവും. അത് ആരാണ് എന്നുള്ളതില്ല. എല്ലാരും വന്നാലും ശരിയാവും. ടി സിദ്ദീഖ് MLA നിൽക്കണ്ടെന്നുള്ള അഭിപ്രായമില്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായമുണ്ട് നിൽക്കണ്ട? നല്ല MLA ആണ്. എന്തുകൊണ്ടാണ് നല്ല MLA പറയുന്നത്? എല്ലാ കാര്യത്തിനും ഇടപെട്ട് ഇവിടുത്തെ ലൈറ്റിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആണോ? ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിൽക്കണോ? അയാൾ നിൽക്കണം നല്ല ആഗ്രഹമുണ്ട്. നല്ല ജോലി, നല്ല ആളാണ്. എന്തുകൊണ്ടാണ് നല്ല ഭരണം എന്ന് പറയുന്നത്? ചോദിച്ചു കഴിഞ്ഞാല് കണ്ടോടത്തോളം ആണോ? അയാൾ ഇനി വീണ്ടും വരണോ?
എൻ്റെ അഭിപ്രായത്തിൽ വരണമെന്നാണ്. നല്ലൊരു ഓപ്പോസിഷൻ ഇല്ലെങ്കിൽ മൂപ്പര് വന്നോട്ടെ. തീരെ താല്പര്യമില്ല. എന്തുകൊണ്ടാ താല്പര്യമില്ലാതെ? ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. വെറുതെ ഇങ്ങനെ ചാനലുകളും മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക, കാര്യങ്ങൾ വെറുതെ നുണ പറയാന്നുള്ളതല്ല. ആരാണ് ഇവിടെ വരേണ്ടത്? തീർച്ചയായും LDF വരണം. LDF വരണം. അപ്പോ എല്ലാം ശരിയാവും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. തീർച്ചയായിട്ടും. സിദ്ദീഖ് മോശം തന്നെയാണ്. മോശം തന്നെയാണ്. മോശം തന്നെ. അവിടുന്ന് പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ശരി. ഒരു വികസനത്തിന് മൂപ്പര് പരിപാടിക്കില്ല. ശരി. സൂര്യമല ഉരുൾപൊട്ടുണ്ടായിട്ട് അയാളൊന്നും അതിലേക്കൊന്നും പോയിട്ടൊന്നും ഒക്കെ അയാൾക്ക് കാലത്ത് 6 മണിക്ക് 5 മണിക്ക് അല്ല, എല്ലാവരും പോയിട്ടുണ്ട്. അവിടെ DYFI പോയിട്ടുണ്ട്, കോൺഗ്രസ് പോയിട്ടുണ്ട്, BJP എല്ലാവരും പോയിട്ടുണ്ട്. കൂടുതൽ പോയത് ആരാ? നിങ്ങൾ അന്വേഷിച്ചു. DYFIന്റെ പിള്ളേരെ തന്നെ അവിടെ പോയിട്ട് എല്ലാം ചെയ്തു കൊടുത്തത് LDFന്റെ ആൾക്കാരാണ്. ആയിക്കോട്ടെ. അപ്പൊ സിദ്ദീഖ് ഇനി നിന്നാ ജയിക്കൊന്നുമില്ല. ജയിക്കൂല. ജയിച്ചിട്ടെന്താ കാര്യം? അതന്നെ പറയുള്ളൂ. അടിപൊളിയാണ്. അടിപൊളിയാണെന്നാ? എന്തുകൊണ്ട് അടിപൊളി എന്ന് പറയുന്നത്? എല്ലാവർക്കും നല്ലത് ചെയ്യുന്നുണ്ടല്ലോ. ആണോ? അങ്ങനെയാണോ? നീ വീണ്ടും മൂപ്പര് വരണോ? പോട്ടെ. നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. എന്തുകൊണ്ടാണ് നല്ല അഭിപ്രായം പറയാൻ കാരണം? സന്തോഷം കൊണ്ടാണ് പറയാ. ആണോ? സന്തോഷം കൊണ്ട്. അയാള് നല്ല അഭിപ്രായം എന്ന് പറയുമ്പോൾ അയാൾ നല്ല ലെവലിലേക്കാണോ വികസനങ്ങളൊക്കെ? പിന്നെ എന്താ പറയാ, നല്ലൊരു നിലയിലെത്തുന്ന കാര്യം പറയുന്നു. ആണോ? നല്ല നിലയിലെത്തി ജീവിക്കുന്ന ആണോ? തീർച്ചയായും നമ്മുടെ അഭിപ്രായത്തിൽ നമ്മൾ നേരിട്ട് കണ്ട് പരിചയമുള്ള ആളാണ്, നേരിട്ട് അറിയാം. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയാൻ? കുഴപ്പമില്ല. നമ്മൾ ഇതുവരെയുള്ള ഇതിൽ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഉഷാറാണോ? പക്ക ഒന്നും പറയാൻ നല്ലതാ. എന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്? നല്ല ഇതാണ്. ആണോ? അയാൾ ഇനി വീണ്ടും വരണോ? ഒന്നാലും കുഴപ്പമില്ല. നല്ല MLA തന്നെ. നല്ല MLA തന്നെ എന്തുകൊണ്ടാ പറയണേ? എല്ലാവർക്കും സഹായിക്കുന്നുണ്ട്. ആണോ? നിങ്ങൾക്ക് സഹായിക്കുന്നുണ്ടോ? പിന്നെ ഇല്ല ഉണ്ടോ? ഉണ്ട്. അപ്പോ ആയിക്കോട്ടെ. സഹായിക്കുന്നുണ്ടോ? ഇടയ്ക്ക് സഹായിക്കുന്നുണ്ടോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കും. ആണ്. നല്ല MLA ആണ്. എന്തുകൊണ്ടാ നല്ല MLA എന്ന് പറയുന്നത്? ആൾക്കാർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആണോ? ഇനി വീണ്ടും വരണോ മൂപ്പര്? മേ ബി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ പുള്ളി വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കുമോ? യെസ്. സിദ്ദീഖ് കുഴപ്പമില്ല. കുഴപ്പമില്ല. നല്ലതെന്ന് പറയുന്നത് കുഴപ്പമില്ല. ആള് നല്ല വികസനം കൊണ്ടുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. ആണോ? നല്ല മനുഷ്യനാണോ? നല്ല മനുഷ്യനാണ്. ആണോ? എല്ലാവർക്കും ഒരു ഉപകാരിയാണ്. ആണോ? അപ്പൊ ഇനി വീണ്ടും വരണോ മൂപ്പര്? വീണ്ടും വരണം. ആണോ? എന്തിനാ വീണ്ടും പറ്റേ? അവിടെ വന്നാലേ ഒരു പുരോഗമനം ഉണ്ടാവുള്ളൂ അവിടെ. ആണോ? അഭിപ്രായം എന്താന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ കൂടെ എപ്പോഴും MLA ഉണ്ടാവും. അത്രേ ഉള്ളൂ പറയുന്നത്. എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ കൂടെ എപ്പോഴും ഇപ്പൊ എന്തൊരു പ്രശ്നമാണെങ്കിലും അവരുടെ കൂടെ ഉണ്ടാവലുണ്ട്. ഒരു പ്രക്ഷോഭത്തിലാണ് വേണ്ടത്. അങ്ങനെയാണോന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു MLA ആണല്ലോ നമുക്ക് വേണ്ടത്. അതങ്ങനെയാണ്. ഇനി വീണ്ടും വരണോ മൂപ്പര്? യെസ്, തീർച്ചയായും. സിദ്ദീഖ് MLA തർക്കമില്ല. എന്തുകൊണ്ടാ തർക്കമില്ല പറയുന്നത്? തർക്കമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും അദ്ദേഹം വരണോ? അത് നമ്മൾ തെരഞ്ഞെടുപ്പില് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില് അദ്ദേഹം വരണമെന്നുണ്ടോ? ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആണല്ലേ? ആള് ഉഷാറാണ്. ഉഷാറാണോ? എന്തുകൊണ്ടാ ഉഷാർ പറയണേ? ഉഷാറെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ട്. ആണോ? അതുകൊണ്ട് ഉഷാറാണ്. ഇനി വീണ്ടും വരണോ? ഇനി വീണ്ടും വരണമെന്നാണ് നമ്മൾ സിദ്ദീഖ് MLA. ആണോ? സിദ്ദീഖ് MLA ചെയ്യുള്ളൂ. അങ്ങനെ ചങ്കിരി കയറ്റി വെച്ചാ? ആണോ? അതെ. നല്ലതാ, കുഴപ്പമില്ല. നല്ലതാ. എന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്? അത് ശരിക്കും എനിക്കറിയില്ല. എങ്ങനെയും താങ്കൾക്ക് അറിയുന്ന വിഷയമായി. നിങ്ങൾ MLA കുറിച്ച് അറിയണം. എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് വലിയൊരു പിടിപാട്. അപ്പൊ എന്നാലും തർക്കമില്ല എന്ന് പറയുന്നു. നല്ലതാന്ന് പറയണം. എന്തുകൊണ്ടാ അങ്ങനെ നല്ലതെന്ന് അത് എന്താ പറയാ, നമ്മള് ഓരോ സിനിമയിൽ എന്തിലൊക്കെ കാണുമ്പോ, വാർത്തയിലൊക്കെ കാണുമ്പോ ചെറുതായിട്ട് കുറച്ചൊക്കെ അറിയുള്ളൂ. അത് നല്ലതെന്ന് പറയുന്നുണ്ടോ? MLA നല്ല മനുഷ്യനല്ലേ? ആണോ? നല്ല മനുഷ്യനാണോ? നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? നല്ല ആളാണ്. നല്ല പ്രവർത്തനമാണ്. ആണോ? ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും എത്തിക്കുന്നുണ്ട്. ഇനി വീണ്ടും ജയിക്കണോ മൂപ്പര്? ജയിക്കണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുവരെ വന്ന MLA-മാർ വെച്ച് ഏറ്റവും നല്ലൊരു എങ്ങനെ ഒന്നുകൂടെ പറയാം? ഇതുവരെ വന്ന MLA-മാർ വെച്ച് ഏറ്റവും നല്ലൊരു MLA ആണ്. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാ മേഖലയിലും എത്തിപ്പെടുന്നുണ്ട്. ആണോ? ഇനി വീണ്ടും വരണോ? വീണ്ടും വരണം എന്നാണ് ആഗ്രഹം. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? എന്തുകൊണ്ടാ പറയുന്നേ? നല്ല MLA ആണോ? കുഴപ്പമില്ല. ആണോ? കുഴപ്പമില്ല. ഇനി വീണ്ടും വരണോ മൂപ്പര്? വീണ്ടും വരണോ? വരാനായിരിക്കാനോ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് താല്പര്യത്തിൽ വരണമെന്നുണ്ടോ? എനിക്കങ്ങനെ കുഴപ്പമില്ല. കുഴപ്പമില്ല. ആണോ? കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? കണ്ണുകൊണ്ട് നല്ല മനുഷ്യനാണോ? ആണോ? നിങ്ങളായിട്ടൊക്കെ മിണ്ടലുണ്ടോ? മിണ്ടലൊന്നുമില്ല. ഓക്കെയാണ് ആള്? നല്ല MLA ആണ്. എന്തുകൊണ്ടാ നല്ല MLA എന്ന് പറയുന്നത്? എല്ലാ കാര്യങ്ങളും ചെയ്യും. ആണോ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആണ്. ഇനി വീണ്ടും അദ്ദേഹം വരണോ? വരണം. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? ഉപകാരം ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും മൂപ്പര് വരണമെന്നുണ്ടോ? വരണം. 100% പെർഫെക്റ്റ് ആയിട്ട് എനി ടൈമും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു
MLA ആയിട്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ് അയാൾ എല്ലാ സമസ്ത മേഖലകളിലും അയാളെ ഇടപെടലുകൾ അത്രയും ഭംഗിയായിട്ടാണ്. ഇനി വീണ്ടും വരണോ അദ്ദേഹം? തീർച്ചയായിട്ടും ഒരു സംശയമാണ്, വരണം എന്നല്ല, അയാളെ വരുള്ളൂ. കുഴപ്പമില്ല. എന്തുകൊണ്ടാ? അത് നല്ല പാർട്ടിയിലൊക്കെ നല്ല ആണോ? നല്ല ആളാണോ? ആണ്. ഇനി വീണ്ടും വേണോ? വീണ്ടും വോട്ട് ചെയ്താല് വരാണെങ്കിൽ വോട്ട് ചെയ്യാലോ. ചെയ്യോ? ഇത് കുഴപ്പമില്ല, നല്ല കാര്യം കാഴ്ചവെച്ചു. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയും? നല്ല കാര്യം കാഴ്ചവെച്ചു പറയുന്നു. നമ്മുടെ ഈ യുദ്ധം എല്ലാം ഇതുണ്ടായില്ലേ, ചൂരൽമല പ്രശ്നത്തിനും കാര്യത്തിലും എല്ലാ കാര്യത്തിലും നല്ല ആണോ? കാര്യങ്ങളും ചെയ്തു. അതേ ഇനി ജയിക്കണോ? അതേ നിന്നാ ജയിക്കും. ആണ്. കുഴപ്പമൊന്നുമില്ല. നിന്നാ ജയിക്കും എന്ന് പറയുന്ന കോൺഫിഡന്റ് എന്താണ്? നല്ല പ്രവർത്തകനാണ്. നമുക്ക് കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് പുള്ളി എല്ലാ കാര്യത്തിലും ഇടപെടുന്ന, ഓടിയെത്തും, എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടിയെത്തും. ആണ്. MLA ഈ നമ്മളെ ഏറ്റവും വയനാട് കണ്ടേക്കുന്ന ഏറ്റവും നല്ല MLA. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഏത് സാധാരണക്കാരന്റെ പ്രശ്നത്തിലും ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുകയും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഏത് മേഖലകളിലും എത്തിച്ചേരുകയും അതിന്റെ വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കാനുള്ള കഴിവും സിദ്ദീഖിനുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? സിദ്ദീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് അറിഞ്ഞ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് നമുക്കറിയാം, നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഓടിച്ചെല്ലുകയും അവർക്ക് വേണ്ട സാന്ത്വനങ്ങളൊക്കെ കൊടുക്കുകയും. ഞാൻ ചോദിക്കുന്നത്, ഇനി വീണ്ടും അദ്ദേഹം മത്സരിക്കണോ? അദ്ദേഹം തീർച്ചയായിട്ടും മത്സരിക്കണം. തീർച്ചയായിട്ടും മത്സരിച്ചു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വന്നാൽ അയാൾ ഒരു മന്ത്രിയായിട്ട് മാറും. അതാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ആളാണ്. ആണോ? എന്താ അങ്ങനെ നല്ല ആളാന്ന് പറയുന്നത്? പിന്നെ എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. ആണോ? നല്ല ആളാന്ന് എന്തുകൊണ്ടാ പറയണേ? അതന്നെ, എല്ലാ ഇത് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ആണോ? നല്ല ആളാണോ? ഇനി വീണ്ടും മൂപ്പര് വരണോ? വരണം. എന്തിനാ? നമുക്ക് എല്ലാ വികസനം വരണം. വേണം. 100% ഉഷാറാണ്. 100% ഉഷാറാണ്. 100% ഉഷാറാണ്. അങ്ങനെ പറഞ്ഞാൽ എല്ലാ പ്രവർത്തനത്തിലും ഇടപെടാനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അവിടെ ചൂരൽമല ആണല്ലോ, തൊട്ടടുത്താണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ പ്രവർത്തനം? അന്നത്തെ പ്രവർത്തനത്തിൽ മൂപ്പര് വളരെ ഉഷാറായിരുന്നു. മൂപ്പരോട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും മൂപ്പര് ചെയ്തിട്ടുണ്ട്. വീണ്ടും നിന്നാണ് നല്ല ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുന്ന ഉറപ്പാണ്. കുഴപ്പമില്ല, ഉഷാറാണ്. ഉഷാറാണോ? എന്തുകൊണ്ടാണ് ഉഷാറെന്ന് പറയുന്നത്? ഉഷാറെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും വളരെ എത്തിപ്പെടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ആവശ്യങ്ങളൊക്കെ വേണ്ട പോലൊക്കെ ജയിക്കുമോ? പ്രതീക്ഷ ഉണ്ട്. സിദ്ദീഖ് MLA പരാജയം തന്നെയാണ്. എന്തുകൊണ്ടാ പരാജയം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല. ഒരു വികസനവും നടത്തിയില്ല. പിന്നെ ഇനി നിൽക്കണോ? ഒരു നിൽക്കേണ്ട ആവശ്യമില്ല. പുതിയ ആൾക്കാർ അവസരം ആരെ നിർത്തേണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്ന പറയാം. അതുകൊണ്ട് അപ്പൊ നിൽക്കണ്ടെന്ന് പറയുന്നത്? തീർച്ചയായും നിൽക്കേണ്ടതെന്ന് അഭിപ്രായം. ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. ഇനി വീണ്ടും മൂപ്പര് നിൽക്കണോ? അത് നമ്മള് പറയില്ല. MLA കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? അയാള് എല്ലാവരും സജീവമാണ്. ആണോ? ആള് ഉഷാറാണോ? ഉഷാറാണ്. ഇനി വീണ്ടും അയാൾ ജയിക്കണോ? ജയിക്കണം. ആണ്. അദ്ദേഹത്തെ കുറിച്ച് മോശമല്ലാത്തൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും വരണോ അദ്ദേഹം? വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല, നല്ല കുഴപ്പമൊന്നുമില്ല. ആണോ? എന്തുകൊണ്ടാ നല്ല കുഴപ്പമില്ല? എല്ലാ പ്രവർത്തനത്തിലും ഉഷാറാണ്. ആണോ? എല്ലാ കാര്യത്തിലും രംഗത്തിറങ്ങാനും ഉഷാറാണ്. ആണോ? എല്ലാ കാര്യങ്ങളും ഉഷാറാണ്. ആണ്. ചൂരൽമല വന്നപ്പോ ഇവിടുന്ന് ചോദിക്കാൻ പറ്റും എനിക്ക്, ചൂരൽമല കണ്ടറിഞ്ഞ ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു അയാളുടെ പ്രവർത്തനം? ചൂരൽമലയിൽ അയാളെ പ്രവർത്തിച്ചുണ്ടായിട്ടുള്ളൂ. പാർട്ടിനെ മാത്രമല്ല, അത് വ്യക്തിയായിട്ട് പറയാണ്. ഉഷാറായ ആള് ഉഷാറാണ്. എല്ലാ ഭാഗത്ത് ഓടി എത്തുന്നുണ്ട്, പക്ഷെ ഒരു വികസനം നടത്തിയിട്ടില്ല. ഒരു വികസനം ഇല്ലാത്ത ഒരു ഇതാണ്. പിന്നെ സംസ്ഥാന സർക്കാരിന്റെ വികസനമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. ഈ റോഡ് കിഫിന്റെ റോഡാണല്ലോ ഇത്. പിന്നെ ഞങ്ങൾ തുരങ്കപാത, ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ. ഈ മണ്ഡലത്തിന് സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ട് ഒരു വികസനം നടത്തി. സിദ്ദീഖിന് തുരങ്കപാത കൊണ്ടുവരാൻ കഴിയില്ല. അദ്ദേഹം ഒരു MLA പോയിട്ട് ഒരു ചെറിയ പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. വെറുതെ ഒച്ചമുളി ഉണ്ടാക്കി പോകാന്നല്ലാതെ ഒരു വികസനം നടത്തിയിട്ടില്ല. ഇല്ല. സിദ്ദീഖ് MLA കുഴപ്പമൊന്നുമില്ല. അയാളെ നോക്കാനാ. ആണോ? എങ്ങനെയുണ്ട് ആള്? ആള് ഉഷാറാ. ഉഷാറാ? എന്തുകൊണ്ട് അങ്ങനെ ഉഷാറാന്ന് പറയുന്നത്? അയാളെ ശരീരം കൊണ്ട് നല്ല ഉഷാറാണ്. പക്ഷെ വികസനം കാണില്ല. ആണോ? അല്ല, അയാൾ ഇനി ജയിക്കണോ? അത് ജയിക്കുമെന്ന് വെച്ചാൽ ഞാൻ ഇടതുപക്ഷക്കാരൻ. ഞാൻ പറയില്ല. ജയിക്കുമെന്ന് പറയില്ല. എന്താണ് ജയിക്കുമെന്ന് പറയാത്തെ? അത് ഞാൻ ആ പാർട്ടിക്കാരല്ല. അതുകൊണ്ട് ആണ്. ജയിക്കൂല. MLA പോരാ. പോരാ. എന്തുകൊണ്ട് MLA പോരാ പറയണേ? പോരാ ഇവിടെ നമ്മുടെ ചൂരൽമല വിഷയം ഉണ്ടായിരുന്നു. അതിലൊന്നും വേണ്ടത്ര ഇടപെടാൻ പറ്റിയില്ല. ഇല്ല, പോരാ. ജയിക്കൂല. ജയിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. സിദ്ദീഖ് എങ്ങനെ വെച്ചാല് MLA ആണ്. എങ്ങനെയുണ്ട് ആളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ നിങ്ങൾ? അഭിപ്രായം നല്ല ഒരു വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഉറുപ്പിന്റെ വികസനം ഈ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലില്ല. പക്ഷെ എല്ലാ പരിപാടിക്കും സാന്നിധ്യം ഉണ്ടാവും. സാന്നിധ്യം കൊണ്ട് നിറയല്ലാതെ വികസനം കൊണ്ട് ഒരു മാറ്റം ഇല്ല, കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ റോഡ് നിങ്ങൾക്ക് 5 കൊല്ലായി. ഇവിടുത്തെ ഇപ്പൊ ട്രാഫിക് പരിഷ്കരണം മേപ്പാടി കണ്ണാൻ അറിയാലോ. ഇനി അദ്ദേഹം വരണോ? അയാൾ വരണം തന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല പറയുകയുള്ളൂ. അടിപൊളി എന്തുകൊണ്ടാ പറയുന്നത്? അടിപൊളി അല്ല, എന്തുകൊണ്ട് അടിപൊളി എന്ന് പറയുന്നേ? ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ആള് നല്ല പ്രവർത്തനമാണ്. എല്ലാ സപ്പോർട്ടും ഉണ്ട്. ചൂരൽമല ബസ് സ്റ്റോപ്പ് വന്ന് ഇപ്പൊ വീടിന്റെ എല്ലാ അതുകൊണ്ട്
നല്ല ഇതാണ്. ആണല്ലേ? നിങ്ങൾ ചൂരമലുള്ള ആളാണോ? അല്ല, ഞാന് ചുരുക്കമേ ആയിക്കോട്ടെ. കുഴപ്പമില്ല, നല്ല ആളെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? ഞാൻ ജനങ്ങൾക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആരും ഒന്നും നോക്കാതെ എല്ലാത്തിനും എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണ്. ആണ്, ശരി. അപ്പൊ അയാൾ ഇനി വീണ്ടും വരണം? വരണം. എന്തിനാ? ജനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന ആൾ പിന്നെയും വരണം. ചെയ്യാൻ പറ്റാത്ത പുറത്തു പോവാ. അത്രേ ഉള്ളൂ. നല്ല എല്ലാവർക്കും നല്ല ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ്. ആണോ? എന്തുകൊണ്ടാ ഉപകാരം ചെയ്യുന്നു? നമ്മൾ കണ്ടതല്ല, പ്രളയത്തിനെ കണ്ടല്ലേ, ഇവിടെ എല്ലാം എല്ലാവർക്കും വേണ്ടി ചെയ്യണമൊക്കെ നമ്മൾ കണ്ടതല്ലേ. അയാൾ ഇനി വീണ്ടും വരണം? തീർച്ചയായിട്ടും വരണം. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? ആണ്, ആളിനി വീണ്ടും വരണോ? അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാതെ? നല്ലതാണ്. ആണ്. എന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്? നമ്മള് വിഷമങ്ങൾ പറഞ്ഞാൽ എല്ലാത്തിനും സഹകരിക്കുന്നുണ്ട്. ആണോ? വിഷമങ്ങൾ പറഞ്ഞാൽ സഹകരിക്കും എല്ലാ കാര്യങ്ങൾക്കും. ആണോ? ഇനി എന്താ പറയാ, മൂപ്പര് പിന്നെ വീണ്ടും വരണോ? പിന്നെ വരണം. MLA എന്ന് വെച്ചാല് വയനാട്ടില് കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ ഒരു MLA ഉണ്ടെന്ന് അറിയുന്നതിന് ടി സിദ്ദീഖ് MLA ആയതിനു ശേഷം. ആണോ? ഇതിന് മുന്നേ ഉള്ള പല MLA-മാരുണ്ടായിരുന്നു. ശരി. രാമേന്ദ്ര മാഷ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടി സിദ്ദീഖ് MLA വന്നതിന് ശേഷം വയനാട്ടിലെ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ എന്തിനും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യമാണ് മുണ്ടക്കൈയിലുണ്ടായ ഒരു ദുരന്തം. മേലും മൊത്തം മറന്നുകൊണ്ടാണ് മൂപ്പര് അവിടെ ഉണ്ടായത്. ഇനി വീണ്ടും വരണം? 100% വരണം എന്നാണ് വയനാട്ടിലെ എല്ലാവരും ആഗ്രഹം. ആണോ? നല്ല MLA ആണ്. നല്ല MLA എന്തുകൊണ്ടാ പറയുന്നത്? നല്ല MLA അത്യാവശ്യം കാര്യങ്ങളൊക്കെ മൂപ്പര് ഓടി നടന്ന് ചെയ്തിട്ടുണ്ട്. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ പറയുന്നത് വെച്ചാല് മൂപ്പര് പ്രത്യേകം ഓരോ പരിപാടിക്കും പുള്ളി ഇവിടെ തന്നെ നിന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇനി വീണ്ടും വന്നാൽ പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും വരണം. സിദ്ദീഖിനെ പറ്റി പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ലാത്ത? പ്രത്യേകിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാല് പ്രത്യേകിച്ചിട്ട് അഭിപ്രായം ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാത്ത? നമ്മളൊരു ബിസിനസ് പരമായിട്ട് നിൽക്കണല്ലേ, അതിനെ കൊണ്ട് പിന്നെ നമുക്ക് അത്ര പ്രത്യേകിച്ചൊരു അഭിപ്രായം നമുക്ക് തോന്നുന്നില്ല. ഇല്ല. വളരെ മോശം. എന്തുകൊണ്ടാ വളരെ മോശം എന്ന് പറയുന്നത്? വെറുതെ ചിരിച്ചുകൊണ്ട് 5 വർഷം കടന്നു പോയിന്നുള്ളൂ. അപ്പൊ ചിരിക്കരുത്, കരയണം. കരഞ്ഞോട്ടെ, വെറും ചിരി മാത്രമാണ്. ആണ്. അപ്പൊ പോരാ. MLA പവറല്ലേ? എങ്ങനെ? പവർഫുൾ മാനാണ്. എന്ത് പവറാണ്? പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തില് ഇത്രയും നല്ലൊരു MLA ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ നിയമസഭയിൽ ഇതെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാമാണ് പ്രിയപ്പെട്ട MLA ടി സിദ്ദീഖ്. വീണ്ടും ജയിക്കണോന്ന് അയാൾ ഒരു 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് ഉറപ്പ് നമ്മൾ തരാം. മിടുക്കനാണ്. ചൂരമല ദുരന്തപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് വീടിന്റെ പ്രശ്നം വന്നപ്പോഴേ, അപ്പൊ അതായത് LDF പിന്നാണ് അത് കൂടുതലും വീട് അവിടെ വെച്ചോട്ടെ. അപ്പൊ LDF ജയിക്കണം എന്നുള്ള LDF ജയിച്ചെങ്കിൽ ഇപ്പൊ ഇതുമാതിരി അതല്ല, ഇത് കൂടുതലും ഈ പാവപ്പെട്ട ഒരുപാട് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് ആണ് LDF. അപ്പൊ അവരെ പെൻഷൻ മുതൽ പിടിച്ചതെല്ലാം കൃത്യമായിട്ട് 2000 രൂപ മുതൽ പിടിച്ച് എല്ലാം കൊടുക്കുന്നത് ഇപ്പൊ LDF. ശരിക്കും ഏതാ പാർട്ടിക്കാരൻ? കോൺഗ്രസ്. നമുക്കിപ്പോ ഏതാ ആവശ്യം എന്നറിയോ? പാവപ്പെട്ടവനെ സഹായിക്കുന്ന അവർ ജയിച്ചു വന്നാൽ മതി. ആരാണ് ജയിക്കേണ്ടത്? അത് ജയിക്കേണ്ടത് പിന്നെ ഇന്നിപ്പോ പഴയ കുടിശ്ശിക വരെ 18 മാസത്തെ കൊടുത്തിട്ട് പിന്നെ ഇപ്പോ ഇടതുവശം വരണം. 2000 രൂപ ഇടതുവശം വരണം. നമ്മളെ അതേറ്റ ജീവിക്കണ ഇടതുവശം വരണം. മോശം. എന്തുകൊണ്ടാ മോശം എന്ന് പറയുന്നത്? മോശം തന്നെയാണ്, അതുകൊണ്ട് പറയാം. ആണോ? മോശമാണ്. സിദ്ദീഖ് സൂപ്പർ. എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറയുന്നത്? എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്നുണ്ട്. ഇപ്പൊ മുണ്ടക്കൈ ദുരിതം നടന്ന അവിടെയൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ടായിന്. അപ്പൊ ഇനിയും വേണോ മൂപ്പര് വേണം? ആണോ? വന്ന നല്ല ആളാ. ആണോ? വയനാട്ടിലെ ഏറ്റവും നല്ല MLA. ആണോ? എന്തുകൊണ്ടാ ഏറ്റവും നല്ല MLA? ഏറ്റവും നല്ല എന്തിനു വിളിച്ചാലും എവിടെയുണ്ട്. ആണോ? അങ്ങനത്തെ ആൾക്കാരാണോ വേണ്ടത്? അതാ വേണ്ടി. ഇനിയിപ്പോ വീണ്ടും അയാൾ വേണോ? അയാൾ വന്നാ ജയിച്ചു. സൂപ്പറായി. ഈ സിദ്ദീഖ് വളരെ നല്ല ഉഷാറാണ്. ആണോ? വളരെ നല്ല ഉഷാർ എന്ന് പറയുന്നത് വളരെ നല്ല ഉഷാർ. വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. മൂപ്പര് വീണ്ടും വന്നാല് വളരെ സ്വാഗതം ചെയ്യുന്നു. കുഴപ്പമില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? കുഴപ്പമില്ല പറയുന്നത്? കുഴപ്പമില്ല എന്ന് പറയുന്നത് മൊത്തത്തിൽ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. പിന്നെ അതില് മൊത്തത്തില് ഗുണം ദോഷമൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും വരണോ? വരട്ടെ. നല്ലതാ. എന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്? നല്ല പറഞ്ഞാൽ ഇവിടെ മാക്സിമം എല്ലാ സ്ഥലത്തും ഓടി എത്തുന്നുണ്ട്. വീണ്ടും വരണോ? വീണ്ടും വന്നാൽ നല്ല അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇവിടെ ടോട്ടലി ഇവിടെ എല്ലായിടത്തും ഞങ്ങള് നല്ല പരിചയമായിട്ട് പല സ്ഥലങ്ങളിൽ കാണലുണ്ട്. ഇനി വീണ്ടും അദ്ദേഹം വരണോ MLA ആയിട്ട്? ആണോ? ഉഷാറാണെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? എല്ലാ മേഖലയിലും എത്തിപ്പെടുന്ന വ്യക്തിയാണ്. ആണോ? നിങ്ങളുടെ MLA ആയിട്ട് വീണ്ടും ഇനി ആൾ വേണോ? തീർച്ചയായിട്ടും വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണോ? അങ്ങനെയാണ്. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം?
കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. നല്ല പ്രവർത്തനമാണോ? ആണോ? അടുത്ത പ്രാവശ്യം അദ്ദേഹം നിൽക്കണോ? അതിനുള്ള താല്പര്യമില്ല. അല്ലേ? നല്ല പ്രവർത്തനമാണോ? കുഴപ്പമില്ല, നോട്ട് ബാഡ്. നല്ലതാണ്. എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നത്? നല്ലതായിരിക്കും. ആണോ? ഇനി വീണ്ടും അയാൾ വേണോ? കുഴപ്പമില്ല, ആയിക്കോട്ടെ. ആണ്. എങ്ങനെ അഭിപ്രായം എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം പറയാം? അഭിപ്രായത്തില് പോരാ. പോരാ. എന്തുകൊണ്ടാ പോരാന്ന് പറയുന്നത്? വികസനം തീരെ കൊണ്ടുവരുന്നില്ല. ആണ്. അതുകൊണ്ട് അടുത്ത തവണ നിൽക്കണോ അദ്ദേഹം? അദ്ദേഹം നിന്നാൽ തോൽക്കും. അതുകൊണ്ട് വേണ്ട. കുഴപ്പമില്ല. ആണോ? എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ ഇപ്പൊ പറയാ? എന്തുകൊണ്ടായിരിക്കും കുഴപ്പമില്ല എന്നുള്ളത് പറയാൻ കാരണം? ഞാൻ ആ പാർട്ടിക്കാരിയാണ്, അപ്പൊ എതിര് പറയാനും പറ്റൂല. ഇല്ല. വികസനങ്ങളുണ്ട് താനും. പിന്നെന്താ പറയാ? അല്ല, പാർട്ടിക്കാരാണെങ്കിൽ എന്തിനാ എതിര് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ടി സിദ്ദീഖ്? കുഴപ്പമില്ല, വികസനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൽപ്പറ്റ ടൗൺ തന്നെ നോക്കിയാല് ഒരുമാതിരി മാറ്റങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും മത്സരിക്കണോ? വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നത്? അധികം പിന്നെ ഒരു വികസനം അധികം കൽപ്പറ്റയ്ക്ക് വന്നിട്ടില്ല. പിന്നെ ഇനിയും അദ്ദേഹം മത്സരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. കാരണം മാറ്റം അനിവാര്യമാണ്. ഇനി MLA ആയിട്ട് മറ്റൊരാൾ വരട്ടെ. ആരാണ് നിങ്ങളെ കണ്ണിലുള്ളത്? അങ്ങനെ ഞാൻ പറയുന്നില്ല. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? നല്ല ഒരു ജനനായകനാണ്. ആണോ? അങ്ങനെയാണോ? അപ്പൊ വീണ്ടും ഇനി വരണോ മൂപ്പര്? വരട്ടെ. ഓക്കെ. എനിക്കല്ല കൈ തരണ്ടേ, മൂപ്പർക്ക് കൈ കൊടുക്കണ്ടേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആണോ? എന്താ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം? കുഴപ്പമില്ലെന്ന് പറയാൻ കാരണം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നവരെക്കാട്ടിലും കുഴപ്പമില്ല. ആണ്. ഇനി അടുത്ത പ്രാവശ്യം മൂപ്പര് വീണ്ടും വരണോ? അങ്ങനെ ചോദിച്ചപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് വീണ്ടും അദ്ദേഹം വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. സൂപ്പറാണ്. സൂപ്പറാ? അതിനോട് സൂപ്പറാ പറയുന്നത്? സൂപ്പർ തന്നെയാണ്. സൂപ്പർ ആയതുകൊണ്ട് കാരണം ഒരു MLA നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ആണോ? ഉറപ്പാണ്? ഉറപ്പ് തന്നെയാണ്. അപ്പൊ ഇനി വീണ്ടും വരണമെന്നാണ്? വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആണോ? തീർച്ചയായിട്ടും. ഇതിലാണോ? ആൾ കുഴപ്പമില്ല. ആൾ കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? അങ്ങനെയൊന്നുമില്ല, ആൾക്കാരായിട്ട് ഫ്രീ ആണ്. ആണോ? ഇനി വീണ്ടും വരണോ മൂപ്പര്? വരണമെന്ന് ചോദിച്ചാൽ വരുന്നല്ലോ. വരുന്നല്ലതാ? നല്ലതാ. എന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ നല്ലതെന്ന് പറയുന്നത്? വികസനോ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. ആണല്ലേ? എങ്ങനെയുണ്ട്? അദ്ദേഹം വീണ്ടും വരണോ? അദ്ദേഹം വീണ്ടും വരണമെന്ന് വെച്ചാൽ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആണ്. വീണ്ടും നിങ്ങളെ ആഗ്രഹം എങ്ങനെയാ? അങ്ങനെ ഒരു പ്രത്യേക ആഗ്രഹമൊന്നുമില്ല. MLA കുറിച്ച് നമുക്ക് വലിയ അറിവ് പോരാ. എന്തുകൊണ്ട് അറിവ് പോരാത്തെ? ഒന്നുമില്ല, നമ്മൾ അതിൽ പ്രവർത്തിക്കാത്തോണ്ട്. നിങ്ങൾ ഏതിലാ പ്രവർത്തിക്കുന്നത്? ഞാൻ ഇതിലാണ്. ആണ്. അതുകൊണ്ട് ടി സിദ്ദീഖ് MLA വല്ലതും ഇവിടെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോന്നുള്ള ഇതില്ല, അറിയില്ല, നോക്കിയിട്ടില്ല. ഇല്ല. കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? എന്താ നമ്മളെ പ്രവർത്തനത്തിനൊക്കെ നല്ലൊരു ഇത് കാണുന്നുണ്ട്. ആണോ? ഇനി വീണ്ടും അയാൾ വരണോ? വരണം. കുഴപ്പമില്ല, അടിപൊളിയാണ്. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം? എങ്ങനെയാണ്? ഒന്ന് ജസ്റ്റ് പറയാം. എന്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്? അല്ല, കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആണോ? ഇനി വീണ്ടും അദ്ദേഹം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. സൂപ്പറാ. എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറയുന്നത്? എല്ലാം കൊണ്ടും കുഴപ്പമില്ല. ആണോ? ഇനി വീണ്ടും അദ്ദേഹം വരണോ? വരും. ടി സിദ്ദീഖ് MLA പോരാ. ഇല്ല, പോരാ. എന്തുകൊണ്ടാ പോരാ? എന്തുകൊണ്ടാ പോരാന്ന് പറയുന്നത്? എന്തുകൊണ്ടാ വെച്ചാൽ എല്ലാ കാര്യത്തിനും ഉണ്ടാവും, പക്ഷെ ഒന്നും നടക്കൂല. ആണ്. അതുകൊണ്ടല്ലേ? വീണ്ടും മത്സരിക്കണോ അദ്ദേഹം? മത്സരിച്ചിട്ട് കാര്യമില്ല. ഇല്ല. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? നല്ല പറഞ്ഞാണ്. ആണോ? അപ്പൊ ഇനി വീണ്ടും അദ്ദേഹം വരണോ? അദ്ദേഹം വരണം. മോശം. എന്തുകൊണ്ടാ മോശം പറയണേ? എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? MLA എന്ന നിലയ്ക്ക് ടി സിദ്ദീഖ് മോശം തന്നെ. മോശമാണ്. നല്ല അഭിപ്രായം. എന്തുകൊണ്ടാ നല്ല അഭിപ്രായം പറയണേ? പൊതുവെ ഇവിടെ മൊത്തത്തില് എല്ലാരെയും ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലേക്കും എത്തിപ്പെടുന്നുണ്ട്. ഇനി വീണ്ടും അദ്ദേഹം വരണോ? അദ്ദേഹം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. എന്തുകൊണ്ടാ നല്ല അഭിപ്രായം പറയണേ? മൊത്തത്തിൽ ഇവിടെ നല്ലൊരു വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വ്യക്തിയെ നോക്കുമ്പോൾ എല്ലാ പരിപാടികളിലും എന്തിലും സജീവമായിട്ടുണ്ടാവും. സിദ്ദീഖ് MLA നല്ല അഭിപ്രായങ്ങളും നല്ല വികസന പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി എത്തുന്നുണ്ട്. ഉഷാറാണ്. ആളെങ്ങനെയാ വീണ്ടും നിൽക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇതേപോലെ ആണെങ്കിൽ നിൽക്കണം. എൻ്റെ അഭിപ്രായവും ടി സിദ്ദീഖ് MLA നല്ല ഓടി നടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പ്രാവശ്യം മൂപ്പരന് നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും വരണം എന്നാണ്. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയുന്നത്? കുഴപ്പമില്ലാത്തതാണ്. രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. നമ്മൾ ചോദിച്ചു നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ലാതെ പറയുന്നത്? എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് ഇറങ്ങുന്നുണ്ട്. വീണ്ടും അദ്ദേഹം വേണമെന്നാണ് പറയുന്നത്. വേണം തന്നെയാണ് ആഗ്രഹം. കുഴപ്പമില്ല, അടിപൊളിയാണ്. എന്തുകൊണ്ട് അടിപൊളി എന്ന് പറയുന്നത്?
എനിക്ക് അതിനെ കുറിച്ചുള്ള അറിയാത്ത ആളെ കുറിച്ച് നമ്മൾ മോശം പറയാൻ ശരിയല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അടിപൊളിയാണ്. നീ വീണ്ടും വരണോ മൂപ്പര്? വന്നോട്ടെ, കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാ കുഴപ്പമില്ലല്ലോ എന്ന് പറയണേ? മൂപ്പര് പ്രളയം വന്ന സമയത്തും ആ ദുരന്തമുണ്ടായ സമയത്തൊക്കെ മൂപ്പറതായ കാര്യങ്ങളൊക്കെ ചെയ്ത് മൂപ്പർ ഓടി നടന്നിട്ടുണ്ട്. ഉഷാറാണോ ആള്? ആള് ഇനി വീണ്ടും ജയിക്കണോ? അവരെന്നല്ലേ കൂടുതൽ ചാൻസ്. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? ഈ ഒരു ദുരന്തത്തിന്റെ സമയത്തുള്ള ഒരു മുപ്പര ഇടപെടലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ജനങ്ങളെ ഓക്കെയാണ്. ആളെ നീ വീണ്ടും വേണോ? വീണ്ടും വരണോ മൂപ്പര്? നന്നാവാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? ആള് കുഴപ്പമില്ല എന്ന് പറയണേ? നല്ല ആളാണോ? നല്ല ആളാണ്. ആണോ? ഇനി വീണ്ടും അയാൾ വേണോ? വീണ്ടും സിദ്ദീഖല്ലേ, അയാള് വേണമെന്നാണ്. അയാൾ വേണം. എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോ എന്താ ഞാൻ പറയാ? നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തന നാട്ടിലില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാ? വേണ്ട. എന്റെ അഭിപ്രായത്തിൽ വേണ്ടെന്നാ ഞാൻ പറയുന്നത്. വേണ്ട. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. കുഴപ്പമില്ലാത്ത എന്തുകൊണ്ടാ പറയണേ? ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ആള് ഓക്കെ ആണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയണേ? എല്ലാരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ആണോ? അപ്പൊ ഇനി വീണ്ടും അയാൾ വേണോ? വീണ്ടും വേണം. നല്ല രീതിയിൽ പോവുകയാണെ ഇനി വേണം. വേണം. അടിപൊളി. അടിപൊളി. എന്തുകൊണ്ടാ അടിപൊളി പറയണേ? എന്തുകൊണ്ടാ അടിപൊളി പറയണേ? നല്ല പ്രവർത്തനാണ്. ആണോ? ഉഷാറാണോ ആള്? അടുത്ത പ്രാവശ്യം അദ്ദേഹം വേണോ? അടുത്ത പ്രാവശ്യം അയാൾ വേണം. വേണം. എന്തിനാ? സിദ്ദീഖ് എന്ന് പറഞ്ഞാല് 100% തന്നെ വയനാട്ടിലെ MLA കൺഫേം ആണ് ഇവിടെ. ആണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം MLA കൺഫേം അല്ലേ? കൺഫേം പ്രവർത്തനം കൊണ്ടാണ് MLA കൺഫേം എന്ന് പറയുന്നത്. എല്ലാ MLA കൺഫേം എന്ന് പറയില്ലല്ലോ. ഇല്ല. അതെ. അപ്പൊ വീണ്ടും വരണോ? വീണ്ടും തീർച്ചയായിട്ടും വരണം. കുഴപ്പമില്ല. ഉഷാറാണ്. ആണോ? ഉഷാർ എന്ന് പറയാൻ എന്തുകൊണ്ടാ? ഉഷാറിനെ പറഞ്ഞാൽ ചെയ്യുന്നത് കൊണ്ട്, പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട്. ആണോ? നല്ല ആളാണോ? ആയിരിക്കും. ആണോ? ഇനി വീണ്ടും അദ്ദേഹം വേണോ? അത് ജനങ്ങളെ തീരുമാനിക്കും. നിന്റെ ആവശ്യം, നിനക്കൊരു ആവശ്യപ്പെടുന്നുണ്ടോ? നീ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വരികയാണോ? നല്ലേ. ആണോ? അടിപൊളിയാണ്. അടിപൊളിയാണ്. എന്താ അടിപൊളി എന്ന് പറയുന്നത്? വികസനം കൊണ്ടുവരുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആണോ? അപ്പൊ അദ്ദേഹം ഇനി വീണ്ടും വരണോ? വീണ്ടും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ആഗ്രഹിക്കണ്ടേ? നിങ്ങൾ എന്താ നിങ്ങളെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നല്ലതാ. അതെന്തോടാ നല്ലതാന്ന് പറയുന്നത്? എന്റെ മോള് ഇങ്ങനെ SLC പാസ്സായി. അപ്പൊ ഒരു ഫോണില്ലായിരുന്നു അന്ന്. അപ്പൊ ഒരു ഫോൺ വാങ്ങി തന്നെ ഞങ്ങക്ക്. അതുകൊണ്ടാണ് ഞാൻ നല്ലതാന്ന് പറഞ്ഞത്. ആണോ? അങ്ങനെ കുടുംബമായിട്ട് ബന്ധമുണ്ടല്ലേ? കുടുംബമായിട്ട് മക്കളെ മോളെ സഹായിച്ചതുമായി ബന്ധമുണ്ട്. ഇനിയും അങ്ങനത്തെ ആൾക്കാർ വേണോ? വേണമെന്നാ ഞാൻ പറയുന്നത്. വേണമെന്നാ? നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാണോ? എന്താണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? ആക്റ്റീവാണ്. അതിന്റെ ആണോ? എന്താ ആക്റ്റീവ് എന്ന് പറയുന്നത്? അയാൾ പൊതുജനങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമുക്ക് ആവശ്യം. ആണല്ലേ? അയാൾ ഇനി വീണ്ടും വേണോ? നല്ലതാ. വരട്ടെ. പറ്റേ. ചെറുപ്പക്കാരനല്ലേ? വരട്ടെ. പറ്റേ. സിദ്ദീഖ് MLA എന്ന് പറഞ്ഞാൽ വെറും വാചകടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും മത്സരിക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് അങ്ങനെ പറയണേ? അയാൾ ഇവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഇതിന്റെ വീട് പണിനെ പറ്റിയിട്ട് അവര് പറഞ്ഞത് സർക്കാരിന് പൈസ ഒന്നും കൊടുക്കണ്ടെന്നാ പറഞ്ഞു. അവര് സ്വന്തം ഉണ്ടാക്കുന്ന പറഞ്ഞു. എന്നിട്ട് അവര് അവിടെ കാട്ടിൽ പോയിട്ട് ഒരു മരം. നല്ല ആളാണ്. ആണോ? എന്തുകൊണ്ട് നല്ല ആളെന്ന് പറയണേ? എല്ലാ കാര്യത്തിനും മുൻകൈ എടുക്കും. എല്ലാ കാര്യത്തിനും നാട്ടിലെ വികസനത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കും. ഉഷാറാണോ? ഉഷാറാണ്. ഇനി വീണ്ടും വേണോ? ഇല്ല. ഇനി വേറെ ആവശ്യമില്ല. ഇല്ല. കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് അദ്ദേഹം. കുഴപ്പമില്ല. ഇനി വീണ്ടും വേണോ? അങ്ങനെ ചോദിച്ചാല് കുഴപ്പമില്ല. നല്ല MLA ആണ് ഇട്ടാ തോന്നിയത്. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? നമുക്ക് എന്താ, നമ്മള് ജോലി ചെയ്താലേ നമുക്ക് ജയിക്കാൻ പറ്റില്ല. അല്ലാതെ അവര് എങ്കിലും MLA കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ആണ്. ഞാൻ തമിഴ്നാട്ടുകാരനാണ് ഓൾറെഡി. പക്ഷെ ഇവിടെ എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു സംസാരമാണ് ഉള്ളത് ആളെ കുറിച്ച്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നല്ല ഇതാണ്. പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നല്ല രീതിയിലാണ് പോകുന്നത്. അദ്ദേഹം അങ്ങനെയാണ് പിക്ചർ ഇവിടെ ഉള്ളത്. അതെ, അങ്ങനെ ഒരു പിക്ചറാണ്. ഉഷാറല്ലേ? ഉഷാറാണോ? മൂപ്പർ ഉഷാർ എന്ന് പറയുന്നത് ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡിന്റെ കാര്യത്തിൽ വന്നോട്ടെ. ജനകീയനായിട്ടുള്ള നേതാവാണ്. എല്ലാ ഫംഗ്ഷനെ വിളിച്ചാലും അങ്ങനെ ഒരു ജാടൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. മൊത്തത്തില് ഇവിടെ വയനാട്ടുകാർക്ക് കൽപ്പറ്റ മണ്ഡലത്തില് അയാൾക്കൊരു അവസരം കൂടി ഉണ്ട് എന്നാണ് നമ്മളൊരു പറയുന്നത്. ആൾ ഇനി വീണ്ടും നന്നാ ജയിക്കുക. ചാൻസ് കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല പറയണേ? എന്തുകൊണ്ട് കുഴപ്പമില്ല പറയണേ? എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. ആള് കുഴപ്പമില്ല എന്ന് പറയുന്നത് അല്ലേ? ഇനി വീണ്ടും അദ്ദേഹം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. നല്ല MLA. എന്തുകൊണ്ടാ നല്ല MLA എന്ന് പറയാൻ കാരണം?
ആള് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആളെപ്പോഴും. കൂടാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. അടിപൊളിയാ. എന്തുകൊണ്ട് അടിപൊളി എന്ന് പറയുന്നത്? ബാക്കിയുള്ളവരെ കാര്യമല്ല, എപ്പോഴും നമുക്കിപ്പോ എന്തെങ്കിലും കാര്യം പറയാണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചാൽ കിട്ടും. ആണ്. ബാക്കിയുള്ളവരെ എപ്പോഴും വിളിച്ചാൽ കിട്ടും. ഇനി വീണ്ടും അതേ മത്സരിക്കണമെന്നുണ്ടോ? പിന്നെ മൂപ്പറിനെ അറിയണോ? ആണ്. കുഴപ്പമില്ല, നല്ല എം എൽ എ. എന്തുകൊണ്ടാ കുഴപ്പമില്ല നല്ല എം എൽ എ എന്ന് പറയുന്നത്? കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അല്ല, കൂടുതലായിട്ട് എനിക്കറിയില്ല, ഞാൻ ഗൾഫിലാണ്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് എം എൽ എ എന്നുള്ള കാഴ്ചപ്പാടിൽ നല്ലവനാണ്. ആണ്. ഇനി വീണ്ടും അദ്ദേഹം വരണമെന്നാണ് എന്റെ ചോദ്യം. വീണ്ടും അദ്ദേഹം വരികയാണെങ്കിൽ കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നല്ല ആളാണോ? നല്ല ആളാണോ? എന്തുകൊണ്ടാ നല്ല ആളെന്ന് പറയുന്നത്? മോശമില്ല, അതുകൊണ്ട് തന്നെയാണ്. ആണോ? അടുത്ത പ്രാവശ്യം വീണ്ടും വരണോ? വരണതല്ലേ. വരണമെന്നാ? ഈ സ്ഥിതിക്ക് കുറിച്ച് ഒന്നും പറയണ്ട. എന്തുകൊണ്ടാ ഒന്നും പറയണ്ട? താല്പര്യമില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയണം? പ്രവർത്തനം പോരാന്ന് പറഞ്ഞ പ്രവർത്തനം പോരാ. ഓക്കെ. എം എൽ എ പറ്റി ഒന്നും നല്ല അഭിപ്രായമല്ല. എന്തുകൊണ്ടാ നല്ല അഭിപ്രായമല്ല പറയണേ? ജനങ്ങൾക്ക് എന്ത് ഉപകാരം വേണ്ടേ? ഉപകാരല്ലേ? എന്ത് ഉപകാരമുണ്ട്? ഇല്ല, ഒരു ഉപകാരമില്ല. സിദ്ദിഖോ? എം എൽ എ നിങ്ങൾ എം എൽ എ അല്ലേ? എം എൽ എ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല നമ്മ പറയണേ? പിന്നെ പറയണൊക്കെ മോണല്ല, വേറെ എന്താ ഉള്ളത് ഇവിടെ? ആണല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അങ്ങനത്തെ എന്താ ചെയ്തത്? ഇപ്പം ഈ ചൂരൽമല ആ പാവപ്പെട്ട ഐറ്റങ്ങളെ പറ്റിച്ചേക്കല്ലേ, എന്തെങ്കിലും ഒരു വീടുണ്ടാക്കി കൊടുത്തോ? ടി സിദ്ദീഖ് എം എൽ എ വീണ്ടും കൽപ്പറ്റ മണ്ഡലത്തിൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് ജനങ്ങളോട് ഞാൻ ചോദിച്ചത്. ഈ സർവേയിൽ പങ്കെടുത്ത 250 പേർക്കും വലിയ ഇതിലേക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.